പ്രിയമുള്ളവരെ, ചരിത്രത്തിന് നിരവധി വായനകൾ സാധ്യമാണ്. ഒരു വേള ചിന്തിക്കുകയാണെങ്കിൽ മാനവചരിത്രം ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രം കൂടിയാണ്. ശാസ്ത്രവിരുദ്ധതയുടെയും കപടശാസ്ത്രവൽക്കരണത്തിൻ്റെയും ഈ വർത്തമാനകാലത്ത് ഈ പോരാട്ടം നമ്മൾ അതിശക്തമായി തുടരേണ്ടതുണ്ട്. നവോത്ഥാന നന്മകളും മൂല്യങ്ങളുമെല്ലാം ഒന്നൊന്നായി കൈമോശം ചെയ്തു വരികയും പുനരുത്ഥാനത്തിൻ്റെ ജീർണതയിലേക്ക് മൊത്തം സമൂഹം കൂപ്പുകുത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടകാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആയുർവേദം ശാസ്ത്രമോ എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഭാരതീയ സാംസ്കാരിക ദൈക്ഷണിക ഭൂമികയിൽ ഏറെ തെറ്റായി ധരിക്കപ്പെടുകയും തെറ്റായി അവതരിക്കപ്പെടുകയും ചെയ്ത ഒരു ഭാഷാപദമാണ് ശാസ്ത്രം. സയൻസ് എന്ന ആംഗല പദത്തിൻ്റെ അർത്ഥവ്യാപ്തി അതിൻ്റെ ശരിയായ ചൈതന്യത്തോടെയും പൂർണ്ണതയോടും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ഭാഷാന്തരമാണ് ശാസ്ത്രം എന്ന് തോന്നുന്നില്ല. പണ്ട് മുതലേ സർവസഞ്ചിത ജ്ഞാനങ്ങളും അറിവുകളും വിവരശേഖരങ്ങളുമെല്ലാം ശാസ്ത്രം എന്ന പേരിലാണ് അറിയപ്പെട്ടു വന്നിരുന്നത്. സത്യവും മിഥ്യയും കളിയും കാര്യവും കൽപ്പനയും ഭാവനയുമെല്ലാം വിശ്വാസത്തിൻ്റെ കൂടെ കൂട്ടിക്കുഴച്ച് ശാസ്ത്രം എന്ന മേൽവിലാസത്തിൽ അറിയപ്പെട്ടു തുടങ്ങി. അങ്ങനെ പക്ഷിശാസ്ത്രം, ഗൗളിശാസ്ത്രം, ഹസ്തരേഖാശാസ്ത്രം, ജ്യോതിഷം, കാമശാസ്ത്രം എന്നിവയെല്ലാം വിശുദ്ധ മഹത്തായ പൈതൃക ശാസ്ത്രശാഖകളായി അറിയപ്പെട്ടു വന്നു. എന്തിനധികം കള്ളന്മാരും കൊള്ളക്കാർക്കും പോലുമുണ്ട് അവരുടേതായ ഭാരതീയ ശാസ്ത്രം. അതാണ് ചോരശാസ്ത്രം. ആധുനിക ശാസ്ത്രത്തിൻ്റെ വിശകലനത്തിലൂടെ നമ്മൾ ആയുർവേദത്തെ വീക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ സർവശാസ്ത്രീയ അടിത്തറകളും ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുന്നതായി നമുക്ക് കാണാം. ഈ ഒരു വീക്ഷണത്തിൽ ആയുർവേദവും ഈ കപടശാസ്ത്രങ്ങളുടെ ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. എന്താണ് ശാസ്ത്രം? എന്താണ് കപടശാസ്ത്രം? ഏതെങ്കിലും വിശ്വാസമോ ആചാരമോ അവകാശവാദമോ ശാസ്ത്രത്തിൻ്റെ ലേബലിൽ അറിയപ്പെടുന്നതിനെയാണ് കപടശാസ്ത്രം എന്ന് പറയുന്നത്. ശാസ്ത്രത്തിൻ്റെ മെത്തഡോളജിയെ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രീയ രീതികളെ നിരാകരിക്കുകയും സിദ്ധാന്തങ്ങൾ ശക്തിയുക്തം സമർത്ഥിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുന്ന വെറും വിശ്വാസങ്ങളാണ്, അടിസ്ഥാനരഹിതമായ വിശ്വാസങ്ങളാണ് യഥാർത്ഥത്തിൽ കപടശാസ്ത്രങ്ങൾ. കപടശാസ്ത്രങ്ങൾ അപ്രമാണിതവും അതിശയോക്തിപരവും പരസ്പര വിരുദ്ധങ്ങളുമായിരിക്കും. ശാസ്ത്രമെന്നാൽ നിരന്തര സത്യാന്വേഷണ പ്രക്രിയയിലൂടെ അനാവരണം ചെയ്യപ്പെടുന്ന അറിവിൻ്റെ നിറവാണ്. ശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഗവേഷണ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെടുമ്പോൾ അവ ശാസ്ത്ര സത്യങ്ങളായി അറിയപ്പെടുന്നു. നിരന്തരം പുതുക്കുകയും നവീകരിക്കുകയും തിരുത്തുകയും ചെയ്തുകൊണ്ട് വളർന്നു വരുന്ന മുൻവിധികളില്ലാത്ത അറിവാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രം. ശാസ്ത്ര വിദ്യാഭ്യാസ രംഗത്തും പൊതുജനാരോഗ്യ മേഖലയിലും പരിസ്ഥിതി നിർണയത്തിൻ്റെ നയത്തിൻ്റെ കാര്യങ്ങളിലുമെല്ലാം യഥാർത്ഥ ശാസ്ത്രത്തെ തിരിച്ചറിയേണ്ടത് വളരെ നിർണായകമാണ്. ശാസ്ത്രം കപടശാസ്ത്രവും തമ്മിലുള്ള ഈ വേർതിരിവ് മനസ്സിലാക്കാൻ വെറും വിദ്യാഭ്യാസം മാത്രം പോരാ, യഥാർത്ഥത്തിലുള്ള ശാസ്ത്ര സാക്ഷരതയും അതുപോലെ തന്നെ യുക്തിചിന്തയും അനിവാര്യമത്രേ. കപടശാസ്ത്രങ്ങൾ സമൂഹത്തിൽ വളരെയേറെ വ്യാപകവും വിപുലവുമാണ് എന്നതാണ് യാഥാർത്ഥ്യം. കള്ളപ്രമാണങ്ങൾ അഥവാ വ്യാജ നിർമ്മിതികളാണ് കപടശാസ്ത്രങ്ങളുടെ അടിസ്ഥാനം. കാൾ പോപ്പർ എന്ന ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, കള്ളപ്രമാണത്തിൻ്റെ നിഷ്പത്തി നിരാകരണ യോഗ്യമാണ്. ലോകപ്രസിദ്ധ ചിന്തകനും കോസ്മോളജിസ്റ്റും എഴുത്തുകാരനും ഗ്രന്ഥകാരനുമായ കാൾ സാഗന്റെ പ്രേതം വേട്ടയാടിയ ഭൂമി, ദ ഡെമൺ ഹോണ്ടഡ് വേൾഡ് എന്ന ഒരു
സുപ്രസിദ്ധ ഗ്രന്ഥമുണ്ട്. ഈ ഗ്രന്ഥത്തിൽ ഫാൽസിഫയബിലിറ്റി അഥവാ വ്യാജ നിർമ്മിതിയെക്കുറിച്ച് വളരെ രസകരമായി വിശദമാക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, തൻ്റെ ഗാരേജിലുള്ള അശരീരിയായ ഒരു ഡ്രാഗൺ, ആ ഡ്രാഗന്റെ അസ്തിത്വരാഹിത്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് തെളിയിക്കാനാവുമോ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. തൻ്റെ ഗാരേജിൽ ശരീരരഹിതനായി ഭാരരഹിതനായി ഒഴുകി നടക്കുകയും ചൂടില്ലാത്ത തീ തുപ്പുകയും ചെയ്യുന്ന ഒരു ഡ്രാഗൺ ഉണ്ടെന്നും ആ ഡ്രാഗണെ ഇല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുന്നു. ഇല്ലാത്ത ഒരു സങ്കല്പ സൃഷ്ടിയെ ഉണ്ടെന്നോ ഇല്ലെന്നോ തെളിയിക്കാനുള്ള ഭൗതിക പരീക്ഷണം സാധ്യമല്ല എന്നാണ് അദ്ദേഹം അടിവരയിടുന്നത്. ഈ ഒരു വ്യാജ നിർമ്മിതിയാണ് യഥാർത്ഥത്തിൽ കപടശാസ്ത്രങ്ങളെ നിലനിർത്തുന്നത്. തൻ്റെ സാങ്കല്പിക സൃഷ്ടി തെറ്റാണ് എന്ന് തെളിയിക്കാനുള്ള നിങ്ങളുടെ കഴിവുകേട്, ആ സങ്കല്പം, എൻ്റെ സങ്കല്പം ശരിയാണ് എന്നതിനുള്ള തെളിവല്ല എന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. കപടശാസ്ത്രങ്ങളും വിശ്വാസങ്ങളുമെല്ലാം ഈ ഒരു അടിസ്ഥാന തത്വത്തിലാണ് നിലനിൽക്കുന്നത്. യഥാർത്ഥ ശാസ്ത്രത്തെ തിരിച്ചറിയാൻ 5 വ്യവസ്ഥകളാണ് റോബർട്ട് കെ മേർട്ടൺ 1942 മുന്നോട്ട് വയ്ക്കുന്നത്. മൗലികത, നിർമുക്തത, സാർവജനീനത, സന്ദേഹാത്മകത, പൊതു അഭിഗമ്യത, ഒറിജിനാലിറ്റി, ഡിറ്റാച്ച്മെന്റ്, യൂണിവേഴ്സാലിറ്റി, സ്കെപ്റ്റിസിസം ആൻഡ് പബ്ലിക് ആക്സസിബിലിറ്റി. മൗലികത, പുതിയ ഒരു ശാസ്ത്ര സിദ്ധാന്തം അത് മൗലികമായിരിക്കും, അന്നുവരെയുള്ള ശാസ്ത്ര വിജ്ഞാനത്തെ വളർത്തുന്നതായിരിക്കുകയും ചെയ്യും. അത് സ്വതന്ത്രമായിരിക്കും. പുതിയ ശാസ്ത്ര സിദ്ധാന്തം സ്വതന്ത്രമായിരിക്കും, പുതിയതായിരിക്കും, നിലനിൽക്കുന്ന ശാസ്ത്ര സമ്പത്തിനെ കൂടുതൽ വളർത്തുകയും മുന്നോട്ട് നയിക്കുന്നതുമായിരിക്കും. ശാസ്ത്രം സാർവജനീനമാണ്. സ്ഥലകാല വ്യത്യാസങ്ങൾ ശാസ്ത്രത്തിലില്ല. ഭാരതീയ ശാസ്ത്രമെന്നോ പാശ്ചാത്യ ശാസ്ത്രമെന്നോ അറേബ്യൻ ശാസ്ത്രമെന്നോ എന്ന വേർതിരിവ് ശാസ്ത്രത്തിന് ബാധകമല്ല. ശാസ്ത്രം സ്ഥലകാലങ്ങൾക്കതീതമായ സത്യത്തിൻ്റെ സംസ്ഥാപനമാണ്. സന്ദേഹാത്മകതയാണ് അഥവാ സ്കെപ്റ്റിസിസമാണ് യഥാർത്ഥത്തിലെ ശാസ്ത്രത്തിൻ്റെ ശക്തിയായി അറിയപ്പെടേണ്ടത്. ശാസ്ത്രം നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, വിശ്വാസാധിഷ്ഠിതമായിരിക്കില്ല. ഒരു ശാസ്ത്ര സിദ്ധാന്തം പലപ്പോഴും അത് ആത്യന്തികമാവണമെന്നില്ല. ഒരു ശാസ്ത്ര സത്യത്തെ കണ്ടെത്തിയാൽ തന്നെ അതിനെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് യഥാർത്ഥ ശാസ്ത്രം. ഒരു ശാസ്ത്രജ്ഞൻ എപ്പോഴും സംശയാലുവായിരിക്കണം, എങ്കിൽ മാത്രമേ ശാസ്ത്രം മുന്നോട്ട് പോവുകയുള്ളൂ. ആത്യന്തിക കേവല സത്യത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള നിരന്തര പ്രയാണമാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിൻ്റെ മാർഗം. പൊതു അഭിഗമ്യത, ശാസ്ത്രസത്യം ഏവർക്കും എന്നും ഗമ്യമായിട്ടുള്ളതും സ്വയം പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്നതുമാണ്. ഈ 5 മാനദണ്ഡങ്ങളാണ് യഥാർത്ഥ ശാസ്ത്രത്തെ കപടശാസ്ത്രങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത്. പുരോഗമന വിരുദ്ധതയും യുക്തിരാഹിത്യവും കപടശാസ്ത്രത്തിൻ്റെ മുഖമുദ്രയായി പോൾ തഗാർഡ് മുന്നോട്ട് വയ്ക്കുന്നു. മാരിയോ ബുങ്കെ എന്ന ശാസ്ത്രചിന്തകൻ ശാസ്ത്രവും കപടശാസ്ത്രവും വേർതിരിച്ചറിയാൻ വിശ്വാസ മേഖലയും ഗവേഷണ മേഖലയും എന്ന 2 മാനദണ്ഡങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. കപടശാസ്ത്രങ്ങൾക്ക് വെറും യുക്തിരഹിത വിശ്വാസത്തിൻ്റെ മേഖലയാണ് കപടശാസ്ത്രങ്ങളെ നിലനിർത്തുന്നത്. പക്ഷെ ഗവേഷണ മേഖലയാണ് ശാസ്ത്രം സത്യമായി സ്ഥായിയായി നിലനിർത്തുകയും സ്ഥാപിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, കപടശാസ്ത്രങ്ങൾ എന്നാൽ ആപേക്ഷികവും വ്യക്തിപരവും വ്യക്തിനിഷ്ഠവുമായ വെറും വിശ്വാസം മാത്രമാണ്. ഇത്തരം കപടശാസ്ത്രങ്ങളുടെ പട്ടിക വളരെ നീണ്ടതാണ്. അക്യുപങ്ക്ചർ, ആൽക്കമി, ആസ്ട്രോളജി, പ്രിമിറ്റീവ് ആസ്ട്രോണമി, നമ്മുടെ പ്രാകൃത ടൊളേമിയൻ ജ്യോതിശാസ്ത്രവും എല്ലാം ഈ കപടശാസ്ത്രങ്ങളുടെ പട്ടികയിലാണ് വരുന്നത്. ആയുർവേദം, അതീന്ദ്രിയാനുഭൂതി, ബയോറിതം, ബുദ്ധിപരമായ രൂപരേഖ, ഇൻ്റലിജന്റ് ഡിസൈൻ, എന്തു പറഞ്ഞാലും ഏത് വിശ്വാസിയും അവസാനം എടുത്ത് പ്രയോഗിക്കുന്ന പദമാണ് ഈ ഇൻ്റലിജന്റ് ഡിസൈൻ. പ്രപഞ്ചത്തിൻ്റെയോ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൻ്റെയോ
പ്രവർത്തനങ്ങളെ കുറിച്ച് വിവരിക്കുമ്പോൾ ഈ ഇന്റലിജന്റ് ഡിസൈന് പുറകിൽ ആരാണ് എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഇതും ഭൂകേന്ദ്രവാദം, ജിയോസെൻട്രിസം, അത് ഇന്നും വിശ്വാസികൾ വളരെ ശക്തമായി വിശ്വസിച്ചു പോരുന്നൊരു കപടശാസ്ത്രമാണ് ഈ ഭൂകേന്ദ്രവാദം അഥവാ ജിയോസെൻട്രിസം. സെല്ലുലാർ മെമ്മറി, കോശസ്മരണ. ഹോമിയോപ്പതി എന്ന കപടശാസ്ത്രത്തിന്റെ അടിസ്ഥാനം കോശസ്മരണയാണ്. കുണ്ടലിനി, അതുപോലുള്ള ഭാരതീയ വിശ്വാസങ്ങളായ കുണ്ടലിനി, ഗുപ്ത ചികിത്സ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, സിദ്ധ, യുനാനി, പുനർജന്മ ചികിത്സ, റീബേർത്തിങ് തെറാപ്പി എന്ന് പറയും, പ്രാർത്ഥനാ ചികിത്സ, റീക്കി, റിഫ്ലക്സോളജി, വിദൂര വീക്ഷണം, വാസ്തുശാസ്ത്രം എന്നിവയെല്ലാം കപടശാസ്ത്രത്തിന്റെ പട്ടികയാണ്. ഇനിയും കപടശാസ്ത്രത്തിന്റെ പട്ടിക വളരെയേറെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗതകാലങ്ങളിൽ പോയ കാലങ്ങളിൽ ശാസ്ത്രവും കപടശാസ്ത്രവും തമ്മിലുള്ള അതിർവരമ്പ് വളരെ നേർത്തതായിരുന്നു. പലപ്പോഴും യഥാർത്ഥ ശാസ്ത്രവും കപടശാസ്ത്രവും തമ്മിൽ വേർതിരിച്ചറിയാൻ നമ്മുടെ പൂർവികർക്ക് സാധ്യമായിരുന്നില്ല. മാത്രമല്ല, ചില സാഹചര്യങ്ങളിലെങ്കിലും ചില കപടശാസ്ത്രങ്ങൾ ശാസ്ത്രത്തിന് വഴികാട്ടിയായി മാറിയിട്ടുള്ള ചരിത്ര സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആൽക്കമി എന്ന കപടശാസ്ത്രം വളരെ നൂറ്റാണ്ടുകളോളം മനുഷ്യനെ പിടിച്ചിരുത്തുകയും അവൻ്റെ അധ്വാനശേഷിയെയും സമയത്തെയും നഷ്ടപ്പെടുത്തുകയും ചെയ്ത ഒരു അതിശക്തമായ കപടശാസ്ത്രമായിരുന്നു ആൽക്കമി. ഈ ആൽക്കമിയിൽ നിന്നാണ് യഥാർത്ഥ കെമിസ്ട്രി, രസതന്ത്രം, ആധുനിക രസതന്ത്രം പിറവിയെടുക്കുന്നത്. ഇത്തരം കപടശാസ്ത്രങ്ങളെ പലപ്പോഴും ശാസ്ത്രങ്ങളുമായി ഒരുമിച്ച് ചേർത്തുകൊണ്ട് നിലനിർത്താനുള്ള കാരണം മനുഷ്യ മനസ്സുകളുടെ ദൗർബല്യമാണ്. ശാസ്ത്രയുക്തിയെ ശാസ്ത്രീയമായി യുക്തിപരമായി സമീപിക്കാനും അതിനെ ചോദ്യം ചെയ്യാനും തയ്യാറല്ലാത്ത ആ ഒരു മാനസികാവസ്ഥ, അതുപോലെ അബദ്ധധാരണകളാൽ നയിക്കപ്പെടുകയോ തീവ്ര വിശ്വാസികളെ നയിക്കപ്പെടുകയോ ചെയ്യുന്ന തീവ്ര വിശ്വാസികളാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രങ്ങളെ നിലനിർത്തുകയും വളർത്തുകയും ചെയ്യുന്നത്. മുൻപ് സൂചിപ്പിച്ചു ഞാൻ, കപടശാസ്ത്രങ്ങളുടെ സ്വാധീനം ആഗോളതലത്തിൽ തന്നെ വളരെയേറെ വ്യാപകമാണ്. മാത്രമല്ല, ആഴത്തിലുള്ള വിശ്വാസങ്ങൾ കപടശാസ്ത്രങ്ങൾക്ക് വേരോട്ടമുള്ള മണ്ണും ഒരുക്കുന്നുണ്ട് മനുഷ്യ മനസ്സുകളിൽ. 2006 US നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ സർവേ നടത്തിയ ഒരു സർവേയുടെ ഫലം വളരെ ഞെട്ടിക്കുന്നതാണ്. US യുവാക്കളടക്കമുള്ള മുതിർന്ന ജനങ്ങളിൽ നടത്തിയ വളരെ വ്യാപകമായ ഒരു പഠനത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് അമേരിക്കയിലെ 1/3 പേർ ഇന്നും ജ്യോതിഷം അഥവാ ആസ്ട്രോളജി വളരെ സത്യസന്ധമായ ശാസ്ത്രമാണ് എന്ന് വിശ്വസിക്കുന്നവരാണത്രേ. ഇത് നമ്മളെ ഞെട്ടിക്കേണ്ടതില്ല. നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു ശതമാനം 50-60% കൂടുതൽ വരാനുള്ള സാധ്യതയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇത്തരമൊരു പഠനം നമ്മുടെ സമൂഹത്തിൽ ഇതുവരെ നടത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ കപടശാസ്ത്രങ്ങൾ ഇത്രയേറെ സ്വാധീനം മനുഷ്യ മനസ്സുകളിൽ സൃഷ്ടിക്കുന്നത്? ഇവിടെയാണ് നമ്മളുടെ മാനസികമായിട്ടുള്ള പഠനങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം മനുഷ്യ മസ്തിഷ്കത്തിലെ ആ വിശ്വാസത്തിൻ്റെ ആ സ്വാധീനം വളരെയേറെ ആഴത്തിലുള്ളതാണ്. പലപ്പോഴും ആശ്വാസം പകരുന്ന വിശ്വാസങ്ങളെ മുറുകെ പിടിക്കാനും അതുപോലെ തന്നെ യാദൃച്ഛിക സംഭവങ്ങളെ പൊതുസാമാന്യവൽക്കരിക്കാനും ഉള്ള ഒരു മാനസികാവസ്ഥ മൊത്തം സമൂഹം പുലർത്തി വരുന്നുണ്ട് എന്നതാണ് സത്യം. ശാസ്ത്ര സത്യവും കപടശാസ്ത്രങ്ങളും തമ്മിലുള്ള വേർതിരിവിൻ്റെ മറ്റൊരു തലമാണ് ഈ തെളിവിൻ്റെ ഭാരം എന്ന് പറയുന്നത്, ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയും. ഒരു പുതിയ ശാസ്ത്ര സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഒരു സിദ്ധാന്ത സ്ഥാപകൻ, അദ്ദേഹത്തിൻ്റെ ആ ശാസ്ത്ര സിദ്ധാന്തം ഒരു ശാസ്ത്ര സത്യമാണെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ആ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്ന വ്യക്തിക്കാണ്. ഇതിനെയാണ് തെളിവിൻ്റെ ഭാരം എന്ന് പറയുന്നത്. താൻ കണ്ടെത്തിയ സിദ്ധാന്തത്തെ ഗവേഷണ പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിക്കുകയും അത് പൊതുജന സമക്ഷം ശാസ്ത്ര സമൂഹത്തെ ഒന്നടങ്കം വിശ്വസിപ്പിക്കാൻ
തയ്യാറാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു സിദ്ധാന്തം ശാസ്ത്ര സത്യമായി നിലകൊള്ളുന്നത്. ഇതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ആ സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തിക്കാണ്. എന്നാൽ കപടശാസ്ത്രങ്ങളുടെ തന്ത്രം മറ്റൊന്നാണ്. ഈ തെളിവിൻ്റെ ഭാരം, ബേർഡൻ ഓഫ് പ്രൂഫ്, അതിനെ ചോദ്യം ചെയ്യുന്ന വ്യക്തിയിലാണ് ആരോപിക്കുന്നത്. എൻ്റെ വിശ്വാസം ശരിയല്ല എന്ന് നിങ്ങൾ തെളിയിക്കൂ. കപടശാസ്ത്രങ്ങളും വിശ്വാസങ്ങളുമെല്ലാം ഈ ഒരു തന്ത്രമാണ് പയറ്റുന്നത്. ഇതിനെയാണ് റിവേഴ്സ് ബേർഡൻ ഓഫ് പ്രൂഫ്. എൻ്റെ വിശ്വാസത്തെ തെറ്റാണ് എന്ന് നിങ്ങൾ തെളിയിക്കുന്നത് വരെ എൻ്റെ വിശ്വാസം അതൊരു സത്യമാണ്, അത് ദിവ്യമാണ്, ചോദ്യം ചെയ്യപ്പെടാൻ അരുതാത്തതാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ. ഹോളിസം അഥവാ പവിത്രത എന്നതാണ് അശാസ്ത്രങ്ങളുടെ മറ്റൊരു അവകാശവാദം. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മതവിശ്വാസം പോലെയോ കപടശാസ്ത്രങ്ങൾ പോലെയോ ഈ ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ഈ ഒരു ഗ്രന്ഥം പവിത്രമാണെന്നും ചോദ്യം ചെയ്യപ്പെടരുതാത്തതാണെന്നും അത് കാലാധിവർത്തിയാണെന്നുമുള്ള അവകാശവാദം കപടശാസ്ത്രത്തിൻ്റെ മറ്റൊരു തന്ത്രമാണ്. ആൾക്കൂട്ട മനഃശാസ്ത്രത്തെ മുതലെടുത്തുകൊണ്ടും അത് പ്രചരിപ്പിക്കുന്ന കപടശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യക്തിയുടെ ആ വ്യക്തിപ്രഭാവം കൊണ്ടും വഴിതെറ്റിക്കുന്ന പ്രയോഗങ്ങൾ മൂലവും പൊതുസമൂഹത്തെ കപടശാസ്ത്രത്തിൻ്റെ വിശ്വാസവീതിയിലേക്ക് നയിക്കാൻ കപടശാസ്ത്രത്തിൻ്റെ വക്താക്കൾക്ക് വളരെ വിജയകരമായി സാധിക്കുന്നുണ്ട് എന്നതാണ് സത്യം. വെറും ശുദ്ധജലത്തെ ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് എന്ന മാരക രാസപദാർത്ഥമായി അവതരിപ്പിക്കാനും വിശ്വാസികളെ ഭീഷണിപ്പെടുത്താനും ഭീതിയിലാക്കാനും കപടശാസ്ത്രത്തിൻ്റെ വക്താക്കൾക്ക് സാധിക്കും. ഉപ്പുജലത്തെ സോഡിയം ക്ലോറൈഡ് എന്ന മാരക രാസപദാർത്ഥവും ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് എന്ന രാസപദാർത്ഥവും ചേർന്നൊരു മിശ്രിതമാണെന്ന് പറഞ്ഞ് ഭയപ്പെടുത്താനും അതിൽ നിന്ന് മാറ്റി നിർത്താനും കപടശാസ്ത്രത്തിൻ്റെ വക്താക്കൾക്ക് സാധിക്കുന്നുണ്ട്. മറ്റൊരു ന്യായം പറയുന്ന ആന്ത്രോപിക് ന്യായീകരണം എന്ന ഒരു മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രത്യേക ശേഷി അഥവാ കഴിവ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഒരു കഴിവ് കേട് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുക. കാരണം മറ്റു പരസ്പര വിരുദ്ധമായ കാര്യങ്ങളെ ഒരേ സമയം ന്യായീകരിക്കാനും ഒന്നിച്ചു കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു കഴിവാണ് ഈ ആന്ത്രോപിക് ജസ്റ്റിഫിക്കേഷൻ അഥവാ ആന്ത്രോപിക ന്യായീകരണം എന്ന് പറയുന്നത്. പരിണാമ സിദ്ധാന്തവും മഹാവിസ്ഫോടനവും പോലുള്ള ആധുനിക ശാസ്ത്ര സത്യങ്ങളും തത്വങ്ങളും എല്ലാം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സൃഷ്ടിവാദം ഒരേ സമയം സത്യസന്ധമായി വിശ്വസിക്കാനും ആ സൃഷ്ടി സിദ്ധാന്തം പ്രചരിപ്പിക്കാനും സാധിക്കുന്നുണ്ട് എന്നത് നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങിയാൽ നോക്കിയാൽ നമുക്ക് കാണാവുന്ന സത്യമാണ്. ഇതിനെയാണ് ആന്ത്രോപിക് ന്യായീകരണം എന്ന് പറയുന്നത്. പരസ്പര വിരുദ്ധമായ നേരെ എതിർ കോണുകളിൽ നിൽക്കുന്ന രണ്ട് വ്യത്യസ്ത വാദങ്ങളെ ഒരേ സമയം തന്നെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന മനുഷ്യന് മാത്രം സാധിക്കുന്ന ഒരു കഴിവാണ് ആന്ത്രോപിക് ജസ്റ്റിഫിക്കേഷൻ. പഴയ ഒരു കഥയുണ്ട്, അയൽക്കാരനും അയൽവാസിയും തമ്മിലുള്ള തർക്കത്തിൻ്റെ കഥ. അയൽക്കാരൻ്റെ പശു അയൽവാസിയുടെ കിണറിൽ വീണ് ചത്തുപോയപ്പോൾ അയൽക്കാരൻ കിണറിന് അൾമറ കെട്ടിയില്ല, ചുറ്റുമതിൽ പണിതില്ല എന്ന കുറ്റമാരോപിച്ച് അയൽക്കാരനെ ശിക്ഷിക്കുന്നു. അയൽക്കാരൻ്റെ പശു അധികാരിയുടെ കിണറ്റിൽ വീണ് ചത്തപ്പോൾ അയൽക്കാരൻ പശുവിനെ കെട്ടിയിട്ടില്ല എന്ന് പറഞ്ഞും വീണ്ടും അതേ അയൽക്കാരനെ തന്നെ അധികാരി ശിക്ഷിക്കുകയാണ്. ഈ ന്യായീകരണം ആണ് യഥാർത്ഥത്തിൽ ആന്ത്രോപിക ജസ്റ്റിഫിക്കേഷൻ. ഇതാണ് കപടശാസ്ത്രങ്ങളുടെ അടിസ്ഥാന പ്രവർത്തന തത്വം. ആയുർവേദം എന്ന ഭാരതീയ ചികിത്സാ രീതി യഥാർത്ഥത്തിൽ പിറവിയെടുക്കുന്നത് BC 1500 മുതൽ 500 വർഷങ്ങൾക്ക് വരെ നീണ്ടുനിന്ന വൈദിക കാലഘട്ടത്തിലാണ്. എങ്കിലും BC 3300 മുതൽ 1700 വരെ നീണ്ടുനിന്ന സൈന്ധവ സംസ്കൃതിയിൽ ആയുർവേദ സിദ്ധാന്തത്തിൻ്റെ പ്രാകൃത രൂപങ്ങൾ നിലനിന്നിരുന്നതായി ചരിത്ര ദൃഷ്ടാന്തങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആയുർവേദം എന്ന് പറയുന്നത് 5000 വർഷം പഴക്കമുള്ള പാരമ്പര്യ ശാസ്ത്രമാണ് എന്ന അവകാശവാദവുമായി
ഇതിൻ്റെ വക്താക്കൾ മുന്നോട്ട് വരുന്നത്. പഴയ കാലഘട്ടത്തിൽ ധർമ്മച്യുതിയായാലും കാമക്രോധാദി ദോഷങ്ങൾ മൂലവും രോഗബാധിതരായ സഹജീവികളുടെ വേദനയിൽ മനസ്സലിഞ്ഞ ഋഷീശ്വരന്മാർ ഒരിക്കൽ ഹിമാലയ സാനുക്കളിൽ ഒത്തുകൂടിയത്രേ. ഈ മനുഷ്യനെ ബാധിക്കുന്ന ദുഃഖങ്ങൾക്കും വേദനകൾക്കും രോഗങ്ങൾക്കും എല്ലാമുള്ള പരിഹാരം തേടുന്നതിനായി അവർ ചർച്ച ചെയ്തു. അവസാനം അവരുടെ പ്രതിനിധിയായി ഭരദ്വാജനെ ഇന്ദ്രസംശത്തിലേക്ക് അയക്കുകയാണ്. അങ്ങനെ ഭരദ്വാജൻ ഇന്ദ്രസംശത്തിലെത്തുകയും ദേവേന്ദ്രൻ ഭരദ്വാജനെ ദേവന്മാരുടെ വൈദ്യമായ ആയുർവേദം ഉപദേശിക്കുകയും ചെയ്തു എന്നാണ് ആയുർവേദത്തിൻ്റെ പിറവിയുടെ പുറകിലുള്ള മിത്ത്, ആ ചരിത്ര പശ്ചാത്തലമായി അവർ അവകാശപ്പെടുന്നത്. അങ്ങനെ ഭരദ്വാജൻ ഭൂമിയിൽ തിരിച്ചെത്തുകയും ആത്രയാദികളെ ആയുർവേദം ഉപദേശിക്കുകയും ചെയ്തു എന്നാണ് കഥ. ആയുർവേദത്തെ ചതുർവേദത്തിനപ്പുറമുള്ള ഒരു അഞ്ചാം വേദമായി, പഞ്ചമവേദമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ആയുർവേദം അഥർവവേദത്തിലും ആദ്യകാല ഭാരതീയ ഗ്രന്ഥങ്ങളിലും ചിന്നിച്ചിതറിക്കിടന്ന തത്വങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് രചിച്ചിട്ടുള്ള ആയുസ്സിൻ്റെ വേദമാണ് ആയുർവേദം എന്നാണ് പറയുന്നത്. ആയുർവേദത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് മറ്റൊരു കഥ കൂടിയുണ്ട്. ചതുർമുഖനായ ബ്രഹ്മാവ് ലോകത്തിൻ്റെ പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം പ്രപഞ്ചത്തിൻ്റെ ഗതി തിരിച്ചറിയാൻ വേണ്ടി 4 ദിക്കും നോക്കുകയും അങ്ങനെ 4 ദിക്കിൽ നിന്നും ലഭ്യമായ നാനാമുഖമായുള്ള അറിവുകളെ ക്രോഡീകരിച്ച് 4 വേദങ്ങളായി രചിക്കുകയും അതാണ് ചതുർവേദമെന്നും, അങ്ങനെ ചതുർവേദങ്ങൾക്ക് ശേഷം ആയുർവേദത്തെ ബ്രഹ്മാവ് സ്മരിക്കുകയും ചെയ്തു എന്നാണ് മറ്റൊരു കഥ. അതുപോലെ പാലാഴി മദനത്തിൻ്റെ സമയത്ത് കടലിൽ നിന്നും ധന്വന്തരി മൂർത്തി ആയുർവേദ ഗ്രന്ഥവുമായി പൊങ്ങി വന്നു എന്ന മറ്റൊരു കഥയും കൂടിയുണ്ട്. ഇങ്ങനെ സത്യവും മിഥ്യയുമായി കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള ഒരു കെട്ടുകഥകളുടെ സമാഹാരമാണ് ആയുർവേദ ഗ്രന്ഥം. ക്രിസ്തുവിന് മുമ്പ് 200 വർഷങ്ങൾക്ക് മുമ്പ് BC 200-ാം ആണ്ടോടുകൂടി ചരകൻ എന്ന ആയുർവേദ പണ്ഡിതൻ രചിച്ച ആയുർവേദത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് ചരക സംഹിത. ഈ ഗ്രന്ഥം കായ ചികിത്സാ പ്രധാനമാണ്. അതുപോലെ സമകാലീനനായ സുശ്രുതൻ രചിച്ച ശല്യതന്ത്ര പ്രധാനമായ ഗ്രന്ഥമാണ് സുശ്രുത സംഹിത. പിന്നീട് BC 5-ാം നൂറ്റാണ്ടിൽ വന്ന ബുദ്ധഭിക്ഷുവായ വാഗ്ഭടൻ അഷ്ടാംഗ സംഗ്രഹം, അഷ്ടാംഗ ഹൃദയം എന്ന 2 ഗ്രന്ഥങ്ങൾ രചിക്കുകയുണ്ടായി. പിന്നീട് ഈ ബൃഹത് ഗ്രന്ഥങ്ങൾ പഠനത്തിന് വളരെ ബൃഹത്തായതും ബുദ്ധിമുട്ടുള്ളതുമായതിനാൽ വാഗ്ഭടൻ തന്നെ ഈ ചരക സംഹിതയെയും സുശ്രുത സംഹിതയും തൻ്റെ തന്നെയായ അഷ്ടാംഗ സംഗ്രഹത്തെയും അഷ്ടാംഗ ഹൃദയത്തെയും സംഗ്രഹിച്ചുകൊണ്ട് അഷ്ടാംഗ ഹൃദയം എന്നൊരു ഗ്രന്ഥം രചിക്കുകയുണ്ടായി. നമ്മുടെ കുട്ടികൾ ആയുർവേദത്തിൻ്റെ BAMS കോഴ്സിന് പഠിക്കുന്ന ഒരു സുപ്രധാന ഗ്രന്ഥമാണ് ഈ അഷ്ടാംഗ ഹൃദയം. ഈ അഷ്ടാംഗ ഹൃദയമാണ് ഞാൻ എൻ്റെ പഠനത്തിനായി പ്രധാനമായും ആശ്രയിച്ചിട്ടുള്ളത്. അങ്ങനെ ആയുർവേദത്തിൻ്റെ പ്രചാരണത്തിനായി കേരളത്തിൽ വന്ന വാഗ്ഭടൻ ഇവിടെ കേരളത്തിൽ ആയുർവേദം പ്രചരിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അഷ്ടാംഗ വൈദ്യന്മാരായി അറിയപ്പെടുകയും ചെയ്തു. ഇവർ ഇന്നും ആയുർവേദമെന്ന ബിസിനസ്, അഷ്ടാംഗ വൈദ്യന്മാർ എന്ന പേരിൽ ഇന്നും ആ കച്ചവടം തകൃതിയായി നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഹിതാഹിതം സുഖം ദുഃഖം ആയുഷ്ടസ്യ ഹിതഹിതം മനങ്കതക്ക യാത്രോക്ത ആയുർവേദക ഉദായതേ. ഹിതവും അഹിതവുമായത്, സുഖത്തിനും ദുഃഖത്തിനും കാരണമായത്, ദീർഘായുസ്സിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ പറയുന്നു എന്നാണ് ചരക സംഹിത തുടങ്ങുന്നത്. ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളവും തികച്ചും അഭിമാനിക്കാവുന്ന ഒരു സമ്പൂർണ്ണ വൈദ്യ പദ്ധതിയാണ് ആയുർവേദമെന്ന് അവതാരികാകാരൻ അഷ്ടാംഗ ഹൃദയത്തിൻ്റെ അവതാരികയിൽ അവകാശപ്പെടുന്നുണ്ട്. ഈ ഒരു വാചകത്തിൽ വളരെയേറെ ഭീഷണി അഥവാ അപകടം പതിയിരിപ്പുണ്ട്. ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം തികച്ചും അഭിമാനിക്കാവുന്നതും
സമ്പൂർണമായതുമായ ഒരു വൈദ്യ പദ്ധതിയാണ്. ആദ്യം ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന എന്ന് പറയുമ്പോൾ അവിടെ സങ്കുചിതമായ ആ ദേശീയതയുടെ വികാരമാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഭാരതീയന് മാത്രമായിട്ടുള്ള ഒരു ശാസ്ത്രം അവിടെ തന്നെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വത്തെയാണ് ഉല്ലംഘിക്കുന്നത്. ശാസ്ത്രമെന്നതിന് ഭാരതീയമെന്നോ കേരളീയമെന്നോ പാശ്ചാത്യമെന്നോ എന്നുള്ള വ്യത്യാസം വരുന്നത് പോലും ശാസ്ത്രത്തെ നിരാകരിക്കുകയാണ്. പിന്നീട് സമ്പൂർണ്ണ വൈദ്യ പദ്ധതി എന്ന് പറയുമ്പോൾ അതൊരു ക്ലോസ്ഡ് ചാപ്റ്ററാണ്. ഈ ഒരു പദ്ധതി സമ്പൂർണ്ണമാണ്. ഇവിടെ മതഗ്രന്ഥങ്ങളുടെ അല്ലെങ്കിൽ മതവിശ്വാസത്തിൻ്റെ ദുശ്ശാഠ്യമാണ് പുറത്തേക്ക് വമിക്കുന്നത്. കാരണം തങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം സമ്പൂർണമാണെന്നും അത് ചോദ്യം ചെയ്യപ്പെടരുതാത്തതാണെന്നും ത്രികാലജ്ഞാനങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണെന്നും ഉള്ളതാണ് മതവിശ്വാസത്തിൻ്റെ അവരുടെ നയം. അതാണ് ഈ ഒരു അവസ്ഥ തന്നെയാണ്, ഈ ഒരു മാനസിക അവസ്ഥ തന്നെയാണ് ആയുർവേദ ആചാര്യന്മാരും മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ മതവിശ്വാസവും ആയുർവേദവും ഒരുപോലെ വിശ്വാസമായി മാത്രം അധപതിക്കുന്നു എന്ന് ഈ ഒരു വാചകത്തിൽ തന്നെ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. വെറും യുക്തിരഹിതവും ഭാവനാസൃഷ്ടവുമായ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പ്രപഞ്ചസങ്കല്പവും രോഗ ചികിത്സാ വിവരണങ്ങളുമാണ് ആയുർവേദ ഗ്രന്ഥം മുഴുവൻ. പ്രപഞ്ചം എന്ന് പറയുന്നത് 5 മൂലകങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്നാണ് ആയുർവേദത്തിൽ വിവരിക്കുന്നത്. 5 ഭൂതങ്ങളാണ്. ആകാശം, അതായത് 5 മൂലകങ്ങൾ. നമ്മുടെ ശാസ്ത്രീയ വീക്ഷണത്തിലൂടെ കാണുകയാണെങ്കിൽ 5 മൂലകങ്ങൾ ആണ് ഈ പ്രപഞ്ചത്തിൽ ആകെ കൂടെയുള്ളത്. ആകാശം, വായു, അഗ്നി, ഭൂമി, ജലം എന്നീ 5 മൂലകങ്ങളെയാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. ഈ പഞ്ചഭൂതങ്ങളും ആത്മാവ് എന്ന ചേതനാധാതു, 6ാമതൊരു ഭൂതം കൂടെ, 6ാമതൊരു മൂലകം കൂടെ, ആത്മാവ് എന്നൊരു മൂലകം കൂടെ ചേർന്ന ഷഡ്ധാതു സമവായമാണത്രേ മനുഷ്യ ശരീരം. ഈ മനുഷ്യ ശരീരം പ്രപഞ്ചത്തിൽ ഈ 5-6 മൂലകങ്ങൾ ചേർന്ന ഒരു പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണെന്ന് ആണ് ആയുർവേദം ദർശിക്കുന്നത്. ഈ മൂലകങ്ങൾ, ഓരോ ഭൂതങ്ങളും അതിൻ്റെ പകുതി, നേർപകുതിയും മറ്റു ഭൂതങ്ങളുടെ 8-1 ചേർന്ന് മഹാഭൂതങ്ങളുണ്ടാകുന്ന പ്രക്രിയയാണ് പഞ്ചീകരണം എന്ന് പറയുന്നത്. ഈ പഞ്ചീകരണ പ്രക്രിയയിലൂടെയാണ് പ്രപഞ്ചത്തിലെ സർവ്വ പദാർത്ഥങ്ങളും അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളും രൂപപ്പെടുന്നു എന്നതാണ് ആയുർവേദം സിദ്ധാന്തിക്കുന്നത്. പക്ഷെ ഇന്ന് ആധുനിക ശാസ്ത്രീയ കാഴ്ചപ്പാടിൽ നമുക്കറിയാം, നമ്മുടെ ശാസ്ത്രം ഹൈഡ്രജൻ മുതൽ ഒഗനിസൻ 118 ആറ്റമിക് മൂല്യമുള്ള മൂലകം ഒഗനിസൻ 118E എന്ന മൂലകം വരെ, അങ്ങനെ 118 മൂലകങ്ങളെ ഇന്ന് ശാസ്ത്രം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ദ്രവ്യത്തിൽ ശക്തിതിശയത്തോടെ വർത്തിക്കുന്ന ഗുണമാണത്രേ വീര്യമെന്നും. ഈ പ്രാപഞ്ചിക ഭാവങ്ങളെ മൊത്തം ശീതം, ഉഷ്ണം എന്ന 2ആയി വിഭജിക്കുകയാണ് ആയുർവേദം. ഈ ഒരു വിശ്വാസം മനുഷ്യ സമൂഹത്തിൽ രൂഢമൂലമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ, നമുക്ക് ധരിക്കാൻ. കാരണം പ്രാപഞ്ചിക ഭാവങ്ങളെല്ലാം ഒന്നുകിൽ ശീതം അല്ലെങ്കിൽ ഉഷ്ണം, ആ പദാർത്ഥത്തിൻ്റെ ഊഷ്മാവ് അഥവാ ടെമ്പറേച്ചർ അനുസരിച്ചല്ല ആ പദാർത്ഥങ്ങൾക്ക് ഒരു ഭാവനാപരമായി ശീതമെന്നോ ഉഷ്ണമെന്നോ ഉള്ള പദാർത്ഥങ്ങളായി ആയുർവേദം വിഭജിച്ചിരിക്കുകയാണ്. അവിടെ ആയുർവേദ ഇംഗ്ലീഷ് മരുന്ന് അല്ലെങ്കിൽ മോഡേൺ മെഡിസിനിലെ മരുന്നുകളെല്ലാം ഉഷ്ണമാണെന്നും അതുകൊണ്ട് തന്നെ മനുഷ്യന് അപകടകരമാണെന്നുമുള്ള പ്രചരണമാണ് ആയുർവേദക്കാർ പ്രചരിപ്പിക്കുന്നത്. ഇതിൻ്റെ സ്വാധീനം വളരെ വ്യാപകമാണ്. കാരണം ആധുനിക വൈദ്യശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ ഡോക്ടറും ഈ സ്വാധീനത്തിൻ്റെ അന്തർധാര എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ഈ മനുഷ്യ ശരീരത്തിലുണ്ടാവുന്ന വൃദ്ധി, പരിണാമം, അപചയം എന്നീ ഭാവങ്ങൾ പോഷകവും പാചകവും ചാലകവുമായ പ്രക്രിയയ്ക്ക് കാരണമാണെന്നും
ന്യൂട്രീഷൻ, എവല്യൂഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറയുന്ന ഈ പ്രവർത്തികൾക്ക് കാരണമായിട്ടുള്ള 3 ഭാവങ്ങളുണ്ടെന്നും ഈ പ്രക്രിയകളെ നിയന്ത്രിക്കുന്ന 3 ഭാവങ്ങളാണ് ത്രിദോഷങ്ങളെന്നുമാണ് ആയുർവേദ സങ്കല്പം. അത് 3 തരം ദോഷങ്ങളാണുള്ളത്. വാദം, പിത്തം, കഫം. അതിൽ ചാലകദോഷമാണ് വാദം, പാചകദോഷമാണ് പിത്തം, പോഷകദോഷമാണത്രേ കഫം. ഈ ദോഷങ്ങൾ സമങ്ങളായിരുന്നാൽ ആരോഗ്യമാകുമെന്നും ദോഷങ്ങൾ വിഷമങ്ങളായാൽ രോഗാവസ്ഥയാവുമെന്നുമാണ് ആയുർവേദത്തിൻ്റെ സിദ്ധാന്തം. അങ്ങനെയാവുമ്പോൾ വളരെ ലളിതമാണ് രോഗവും ചികിത്സയുമെല്ലാം. ഈ ത്രിദോഷങ്ങളെ സമങ്ങളാക്കുക അല്ലെങ്കിൽ സന്തുലനാവസ്ഥയിൽ നിലനിർത്തുക മാത്രമേ വൈദ്യം ചെയ്യേണ്ടതുള്ളൂ. രോഗകാരണങ്ങൾക്കായി മറ്റെങ്ങും തേടിപ്പോവേണ്ടതുമില്ല. ഈ ത്രിദോഷങ്ങൾക്ക് പല അവസ്ഥാന്തരങ്ങളും ആയുർവേദം കണ്ടെത്തിയിട്ടുണ്ട്. സമയഭേദമനുസരിച്ചും ഋതുഭേദമനുസരിച്ചും പ്രായഭേദമനുസരിച്ചും ഈ ദോഷങ്ങൾ മാറുമെന്നാണ് ആയുർവേദ സിദ്ധാന്തപ്രകാരം വിവരിക്കുന്നത്. ഈ വാതപിത്ത കഫങ്ങളുടെ അവസ്ഥ, ഈ 3 ദോഷങ്ങൾക്ക് അവസ്ഥ വ്യത്യാസമനുസരിച്ച് 4 തലങ്ങളുണ്ട്. വാതപിത്ത കഫങ്ങൾ അവസ്ഥാഭേദമനുസരിച്ച് ദോഷങ്ങളെന്നും ധാതുക്കളെന്നും മലങ്ങളെന്നും സ്തൂണങ്ങളെന്നും 4 തരത്തിലുണ്ട്. ഇതിൽ ധാതുക്കൾ 7 തരമാണ്. രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം. അതിൽ ഏറ്റവും സൂക്ഷ്മമായ ധാതുവാണത്രേ ശുക്ലം എന്ന് പറയുന്നത്. മനുഷ്യൻ കഴിക്കുന്ന ആഹാരങ്ങൾ, അവൻ്റെ ഉദരത്തിലുള്ള അഗ്നി, അതാണ് ജഠരാഗ്നി എന്ന് പറയുന്നത്. ആ ജഠരാഗ്നി, കാരണം ആ 5 ഭൂതങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഭൂതമാണ് അഗ്നി എന്ന് പറയുന്നത്. അപ്പം മനുഷ്യൻ്റെ വയറ്റിൽ ആമാശയത്തിലാണ് ഈ അഗ്നി എന്ന ഭൂതം ഇരിക്കുന്നതെന്നും ഈ ജഠരാഗ്നിയിൽ ആഹാരം പാകമാവുമ്പോൾ ആഹാരത്തിൻ്റെ സാരവും മലവും വേർതിരിയുന്നു. ആഹാരത്തിൻ്റെ സൂക്ഷ്മമായ സാരമാണ് രസം എന്ന് പറയുന്നത്. രസം രക്തമായും, രക്തം മാംസമായും, മാംസം മേധസ്സായും, മേധസ് അസ്ഥിയായും, അസ്ഥി മജ്ജയായും, മജ്ജ ശുക്ലമായും പരിണമിക്കുന്നു എന്ന വളരെ വിചിത്രമായ കണ്ടെത്തലാണ് ആയുർവേദം നടത്തുന്നത്. ആഹാരത്തിൻ്റെ സാരമാണ് രസം. ആ രസം എന്താണെന്നതിനെക്കുറിച്ചുള്ള യാതൊരു വിവരണവുമില്ല. രസം രക്തമായി പരിണമിക്കുന്നു. പിന്നെ രക്തമാണ് മാംസമായിട്ട് മാറുന്നത്. മാംസം മേധസ്, അതായത് കൊഴുപ്പായിട്ട് മാറുന്നു. കൊഴുപ്പിൽ നിന്നാണ് അസ്ഥി രൂപപ്പെടുന്നത്. അസ്ഥിയിൽ നിന്നും മജ്ജ രൂപപ്പെടുന്നു. മജ്ജയിൽ നിന്നും ശുക്ലമായി പരിണമിക്കുന്നു. ഈ ജഠരാഗ്നിയിലുണ്ടാവുന്ന ഈ പാചക പരിണാമ പ്രക്രിയയിൽ അവശേഷിക്കുന്നതാണ് മലം. ആഹാരത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അംശം. അതുകൊണ്ടാണ് മനസ്സ് രൂപപ്പെടുന്നത് എന്നാണ് ആയുർവേദത്തിൻ്റെ മറ്റൊരു കണ്ടെത്തൽ. ഈ മനസ്സ്, ആഹാരത്തിൻ്റെ സൂക്ഷ്മ അംശം കൊണ്ട് രൂപപ്പെടുന്ന മനസ്സ് ഹൃദയത്തിലാണത്രേ കുടികൊള്ളുന്നത്. ഇപ്പം ഹൃദയം എന്താണ് എന്നതിനെക്കുറിച്ച് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ശാസ്ത്രീയമായി നമ്മൾ മനസ്സിലാക്കുന്നത്. 1628 വില്യം ഹാർവേ ആണ് രക്തചംക്രമണം അഥവാ സർക്കുലേറ്ററി സിസ്റ്റം കണ്ടെത്തുന്നത്. മനുഷ്യ ശരീരത്തിലേക്ക് ശുദ്ധരക്തത്തെ പമ്പ് ചെയ്യാനും അശുദ്ധരക്തത്തെ തിരിച്ചു കൊണ്ടുവന്ന് ശ്വാസകോശങ്ങളിലേക്ക് പമ്പ് ചെയ്ത് ഓക്സീകരണം നടത്തി വീണ്ടും ശുദ്ധരക്തമായി ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയും ആ ശുദ്ധീകരിച്ച രക്തത്തെ മനുഷ്യ ശരീര അവയവങ്ങളിലേക്ക് വ്യാപിക്കുവാൻ പര്യാപ്തമാവുകയും ചെയ്യുന്ന വളരെ അതിസങ്കീർണമായ, വളരെ ഫലപ്രദമായ ഒരു മാംസ പമ്പാണ് ഹൃദയമെന്ന് പറയുന്നത്. ഇവിടെ മനസ്സ് ഇല്ല എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല, മനസ്സ് എന്താണ് എന്നത് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിന് വളരെ വ്യക്തമായ ധാരണയുണ്ട്. മനസ്സ് എന്ന് പറയുന്നത് മസ്തിഷ്കത്തിൻ്റെ ഒരു ഹയർ ഫങ്ഷനാണ്, അല്ലെങ്കിൽ ഒരു സമുന്നത പ്രവർത്തന ഫലം മാത്രമാണ് മനസ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു വിശ്വാസം നമുക്കറിയാം, ലോകത്തിലെ എല്ലാ സമൂഹത്തിലും ഈ ഒരു വിശ്വാസം വളരെ രൂഢമൂലമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹൃദയം സ്നേഹത്തിൻ്റെയും എല്ലാ വികാരങ്ങളുടെയും അടിസ്ഥാനമായിട്ട് നാം മനസ്സിലാക്കുന്നത്. കാരണം
എന്തെങ്കിലും ഒരു വിശ്വാസം കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നെഞ്ചത്ത് തൊട്ട് പറയുന്നത്. കാരണം ഹൃദയത്തിലാണ് മനസ്സ് എന്ന ആ ഒരു സങ്കല്പം അത് എത്രമാത്രം മനുഷ്യൻ്റെ വിശ്വാസത്തെ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം വളരെ കപടശാസ്ത്രങ്ങളെയും ശാസ്ത്രയുക്തികളെയും നിരാകരിക്കാനും ആ ഒരു വിശ്വാസങ്ങളെ മനുഷ്യ മനസ്സുകളെ വിഷലിപ്തമാക്കാനും പര്യാപ്തമായ ഒരു കപട ശാസ്ത്രീയ വീക്ഷണം മുന്നോട്ട് വയ്ക്കാനുള്ള അതിൻ്റെ ആയുർവേദത്തിൻ്റെ സ്വാധീനം എത്രമാത്രമുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. രോഗസ്ഥദോഷവൈഷമ്യം ദോഷസാമ്യമരോഗത നിജഗന്ധു വിഭാഗേന തത്ര രോഗാദ്യുതാ സ്മൃത. രോഗം എന്ന് പറയുന്നത് വാതാദിദോഷ ക്ഷയവൃദ്ധി സ്വരൂപമാണത്രേ. മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ദോഷങ്ങൾ വാദം പിത്തം കഫം എന്ന ഈ ത്രിദോഷങ്ങൾ ക്ഷയിക്കുകയോ വർദ്ധിക്കുകയോ ദുഷിക്കുകയോ ചെയ്യുന്നതാണ് രോഗങ്ങൾക്ക് കാരണമത്രേ. ആരോഗ്യമെന്നത് ദോഷസാമ്യം, ദോഷങ്ങളുടെ സന്തുലനാവസ്ഥയാണ് ആരോഗ്യമെന്നത്. ഈ രോഗങ്ങൾ രണ്ടായി വിഭജിച്ചിരിക്കുകയാണ്. നിജങ്ങളെന്നും ആഗന്തുകളെന്നും. മിഥ്യാഹാര വിഹാര ഹേതുവായിട്ട് ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് നിജങ്ങൾ എന്ന് പറയുന്നത്. ബാഹ്യകാരണങ്ങൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളെ ആഗന്തുകൾ എന്ന് പറയുന്നു. ജ്വരം മുതലായ, അതായത് പനി, ചുമ അതുപോലുള്ള ശാരീരിക രോഗങ്ങൾക്ക് ശരീരമാണ് സ്ഥാനം. രാഗദ്വേഷാദി രോഗങ്ങൾക്ക് മനസ്സ് അഥവാ ഹൃദയമാണ് സ്ഥാനം. പക്ഷേ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം സർവശാസ്ത്ര മേഖലകളിലുമുള്ള ത്വരിതഗതിയിലുള്ള മുന്നേറ്റങ്ങളുടെ നേട്ടങ്ങളെ ആർജിച്ചുകൊണ്ട് വളരെ വേഗം വളർന്ന് വികസിക്കുന്ന ഒരു ശാസ്ത്രശാഖയായി വികസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് 100% എന്ന് പറയുന്നില്ല, 99% രോഗങ്ങളുടെയും കാരണം എന്താണെന്നും അവയ്ക്കുള്ള ശാസ്ത്രീയ ചികിത്സ എന്താണ് എന്നും ആധുനിക വൈദ്യശാസ്ത്രം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് സത്യം. ഇന്നത്തെ നമ്മുടെ ജനപ്പെരുപ്പത്തിൻ്റെയും കുടുംബാസൂത്രണത്തിൻ്റെ അനിവാര്യതയുടെയും ഒരേ ഒരു കാരണം ആധുനിക വൈദ്യശാസ്ത്രം മാത്രമാണ്. കുടുംബാസൂത്രണം നിർബന്ധമായിട്ട് പോലും ഭൂമിക്ക് താങ്ങാവുന്നതിൻ്റെ എത്രയോ മടങ്ങി ജനങ്ങളാണ് ഈ ഭൂമിയിൽ വസിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് 800 കോടിയോളം ജനസംഖ്യ 800 കോടിയോളം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഭൂമിക്ക് സ്വാഭാവിക നിലയിൽ താങ്ങാവുന്ന ജനസംഖ്യാ പരിധി 170 കോടി മാത്രമാണ്. മാത്രമല്ല മനുഷ്യൻ്റെ നാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിദത്തമായ ആയുസ് വെറും 30-35 വയസ്സ് മാത്രമാണ്. അല്ലെങ്കിൽ കൂടിപ്പോയാൽ 40 വയസ്സിന് താഴെ മാത്രമാണ്. അത് നമുക്ക് ഒരു വളരെ ചുരുങ്ങിയ ചരിത്രത്തിൻ്റെ പുറകോട്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 40-50 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ആയുഷ് ദൈർഘ്യമെടുക്കുകയാണെങ്കിൽ 35-40 വയസ്സ് മാത്രമാണ്. അന്ന് ഇതുപോലുള്ള പരമ്പരാഗത ചികിത്സയും ആയുർവേദ ചികിത്സയും മാത്രമേ വ്യാപകമായി ഉണ്ടായിരുന്നുള്ളൂ. പല രോഗങ്ങളും വന്നാൽ നിസ്സഹായരായി നോക്കി നിൽക്കാനും മരണത്തിന് സാക്ഷിയാവാനും മാത്രമാണ് നമ്മുടെ ചികിത്സകർക്കും സമൂഹത്തിനും സാധിച്ചിരുന്നത്. വസൂരി, കോളറ, പിള്ളവാതം തുടങ്ങിയ മാരക രോഗങ്ങൾ വന്ന് ഒന്നടങ്കം നാടും നഗരങ്ങളുമെല്ലാം ഒന്നടങ്കം നശിക്കുകയും മരണപ്പെട്ടവരെ കുഴിച്ചു മൂടാൻ പോലും ആളെ കിട്ടാത്ത അവസ്ഥയും ഉണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം പല രോഗങ്ങളെയും ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കാൻ പര്യാപ്തമായി വളർന്നു കഴിഞ്ഞു. മാത്രമല്ല ആയുസ്സിനെ അതിൻ്റെ ശരാശരിയുടെ 2-2.5 മടങ്ങായിട്ട് വളർത്താൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് 80-100 വയസ്സൊന്നും ഒരു വയസ്സല്ല. ഒരു 100-90 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിക്ക് ഹൃദ്രോഗമോ ഹാർട്ട് അറ്റാക്കോ വന്നു കഴിഞ്ഞാൽ ഉടനെ ബൈപ്പാസ് സർജറിയോ ആൻജിയോപ്ലാസ്റ്റിയോ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 10-20-25 വർഷം ജീവിക്കുന്ന അവസ്ഥ. ക്യാൻസർ പോലും, ഭൂരിപക്ഷം ക്യാൻസർ രോഗങ്ങൾ പോലും തുടക്കത്തിൽ കണ്ടെത്തുകയും ശാസ്ത്രീയ ചികിത്സ നടത്തുകയും ചെയ്താൽ അവരെ സ്വാഭാവിക ആയുഷ്കാലം വരെ ജീവിക്കാൻ ഉള്ള സാധ്യത ആധുനിക വൈദ്യശാസ്ത്രം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഈ കപടശാസ്ത്രങ്ങളും നമ്മുടെ സമൂഹത്തിൽ ശക്തമായി നിലനിൽക്കുന്നു എന്നതാണ് സമൂഹത്തിൻ്റെ ആരോഗ്യത്തിനുള്ള യഥാർത്ഥ ഭീഷണി. കാരണം കപടശാസ്ത്രങ്ങൾ യഥാർത്ഥത്തിൽ
പല തെറ്റുകളാണ് ഒരേ സമയത്ത് ചെയ്യുന്നത്. ശാസ്ത്രീയ ചികിത്സയെ നിഷേധിക്കുകയും തെറ്റായ ചികിത്സയിലേക്ക് നയിക്കുകയും മരണത്തിലേക്ക് നയിക്കുകയും രോഗിയെ പോക്കറ്റടിക്കുകയും വിഷചികിത്സ നൽകുകയും ചെയ്യുന്ന വളരെ രണ്ടോ മൂന്നോ കുറ്റങ്ങൾ ഒരേ സമയം ചെയ്യുന്നു എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആയുർവേദത്തിൻ്റെ അഷ്ടാംഗ ഹൃദയം എന്നാണ് ആയുർവേദത്തിൻ്റെ ഈ അടിസ്ഥാന ഗ്രന്ഥത്തിന് പറയുന്നത്. അതിന് കാരണം 8 അംഗങ്ങൾ അഥവാ 8 അധ്യായങ്ങളാണ് ആയുർവേദ ഗ്രന്ഥത്തെ അലങ്കരിക്കുന്നത്. ഈ അധ്യായങ്ങളിൽ തന്നെ 2 സുപ്രധാന അധ്യായങ്ങൾ പുരുഷന് മാത്രമായി നീക്കി വെച്ചിരിക്കുകയാണ്. തികച്ചും സ്ത്രീ വിരുദ്ധമായ 2 അധ്യായങ്ങൾ. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് അതിലേക്ക് എത്തി നോക്കാം. ആയുർവേദ ഗ്രന്ഥങ്ങളിലെ അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ ശാസ്ത്രീയ അടിസ്ഥാനത്തെ വിശകലനം ചെയ്യാൻ ചില ചാപ്റ്ററുകൾ, ചില അധ്യായങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആയുർവേദത്തിലെ അഷ്ടാംഗ ഹൃദയത്തിലെ ഒരു സുപ്രധാന അധ്യായമാണ് ഗർഭാവക്രാന്തി. ഗർഭത്തെയും പ്രസവത്തെയും വിവരിക്കുന്ന അധ്യായമാണ്. ഈ അധ്യായം സ്ത്രീ വിരുദ്ധത ആവർത്തിച്ച് എഴുന്നള്ളിക്കുന്ന വളരെ വിഷലിപ്തമായ ഒരു ആഖ്യാനമാണെന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. എങ്ങനെ ബീജസങ്കലനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷനെ കുറിച്ച് പറയുമ്പോൾ ശുക്ലവും ആർത്തവരക്തവും യോജിച്ചാൽ കർമ്മങ്ങളാലും ക്ലേശങ്ങളാലും പ്രേരിതനായിരിക്കുന്ന ജീവൻ ഉരുകിയ ലോഹം കുരുവിൻ്റെ ആകൃതിയെ അനുസരിക്കുന്നത് പോലെ അതാത് യോനികളെ പ്രാപിച്ച് അതാത് ആകൃതി പ്രാപിക്കുന്നു എന്നാണ് ബീജസങ്കലനത്തെക്കുറിച്ച് പറയുന്നത്. പുരുഷൻ്റെ ബീജം ശുക്ലവും സ്ത്രീയുടെ ബീജം ആർത്തവരക്തവുമായി ആണ് ആയുർവേദം മനസ്സിലാക്കുന്നത്. ഇത് രണ്ടും യോജിപ്പിക്കുമ്പോൾ ഒരു ശില്പമുണ്ടാക്കുന്നത് പോലെ ആ ലോഹം മോൾഡിൻ്റെ ആകൃതിയിൽ ശിശു പിറക്കുന്നു. അല്ലെങ്കിൽ ഒരു ശില്പ സൃഷ്ടിയായിട്ട് ആണ് പിറവിയെ വിവരിക്കുന്നത്. ഈ പ്രക്രിയയിൽ ശുക്ലത്തിന് ആധിക്യമുണ്ടായാൽ ജനിക്കുന്ന കുഞ്ഞ് ആൺകുട്ടിയായിരിക്കും അത്രേ. രക്തത്തിന് അതായത് ആർത്തവരക്തം അധികമായിട്ടാണെങ്കിൽ യോജിക്കുന്നതെങ്കിൽ പിറക്കുന്നത് സ്ത്രീയായിരിക്കും. മറ്റൊരു കണ്ടെത്തൽ ആർത്തവരക്തവും ശുക്ലവും സമങ്ങളായി യോജിക്കുകയാണെങ്കിൽ പിറക്കുന്നത് നപുംസകമായിരിക്കും അത്രേ. വളരെ രസകരമായ ഒരു കണ്ടുപിടുത്തമാണ് ആയുർവേദം നടത്തുന്നത്. യഥാർത്ഥത്തിൽ പുരുഷ ബീജം എന്ന് പറയുന്നത് സ്പേമും സ്ത്രീയുടെ ബീജം എന്ന് പറയുന്നത് അണ്ഡവുമാണ്. 28 ദിവസത്തെ ആർത്തവ ചക്രമുള്ള ഒരു സ്ത്രീയിൽ ആർത്തവാരംഭത്തിൻ്റെ 14-ാമത്തെ ദിവസമാണ് യഥാർത്ഥത്തിൽ അണ്ഡവിസർജനം നടക്കുന്നത്. ആർത്തവം എന്ന് പറയുന്നത് നമ്മൾ അനാറ്റമിയിൽ ആദ്യമായിട്ട് പഠിക്കുന്നത് ഇറ്റ് ഈസ് എ വീപ്പിംഗ് ഓഫ് എൻ യൂട്രസ് ഓവർ ആൻ അൺഫെർട്ടിലൈസ്ഡ് ഓവം. അതായത് ഒരു പ്രജനനം ഫെർട്ടിലൈസേഷൻ ബീജസംയോഗം നടക്കാത്ത ഒരു അണ്ഡത്തിൻ്റെ ദുഃഖത്തിലുള്ള ഗർഭപാത്രത്തിൻ്റെ രക്തക്കരച്ചിലായിട്ടാണ് ആർത്തവത്തെ വിശദീകരിക്കുന്നത്. അത് അണ്ഡവും ബീജവും തമ്മിലുള്ള ബീജസങ്കലനം നടക്കാതിരിക്കുന്ന ആ അണ്ഡം ഗർഭപാത്രത്തിൽ നിന്നും പുറന്തള്ളുകയും അതോടൊപ്പം ഹോർമോൺ നിയന്ത്രിതമായ ഗർഭാശയത്തിൻ്റെ ആന്തരിക പാട അടർന്നു പോരുകയും അതോടനുബന്ധിച്ചിട്ടുള്ള രക്തപ്രവാഹവുമാണ് യഥാർത്ഥത്തിൽ ആർത്തവചക്രം എന്ന് പറയുന്നത്. ഈ ആർത്തവചക്രത്തിൻ്റെ മധ്യത്തിലാണ് യഥാർത്ഥത്തിൽ അണ്ഡവിസർജനം നടക്കുന്നത്. പുരുഷ ബീജം അടങ്ങിയിട്ടുള്ള ശുക്ലത്തിൽ 1 മില്ലി ലിറ്റർ ശുക്ലത്തിൽ തന്നെ 60 മുതൽ 80 ദശലക്ഷം പുരുഷ ബീജങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന അടിസ്ഥാന പ്രകൃതി നിയമമാണ് ഫെർട്ടിലൈസേഷന് സംഭവിക്കുന്നത്. ഈ കോടിക്കണക്കിനുള്ള ബീജങ്ങൾ, പുരുഷ ബീജങ്ങൾ ഒരു അണ്ഡവുമായി യോജിക്കാനുള്ള മത്സരത്തിൽ വിജയശ്രീലാളിതനായി മാറുന്ന ആ ഒരു പുരുഷ ബീജവും ഒരണ്ഡവും ചേർന്നാണ് യഥാർത്ഥത്തിൽ ബീജസങ്കലനം നടക്കുന്നത്. ഈ ബീജസങ്കലനത്തോടു കൂടി തന്നെ ജനിക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന കാര്യം നിർണയിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല,
ആണത്വത്തെയും പെണ്ണത്വത്തെയും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിനെ ലക്ഷ്യമാക്കുന്ന ക്രോമസോമുകൾക്കാണ് സെക്സ് ക്രോമസോമുകൾ എന്ന് പറയുന്നത്. 46 ജോഡി ക്രോമസോമുകളിലെ ഒരു ജോഡി ക്രോമസോമുകൾ സെക്സ് ക്രോമസോമുകളാണ്. അതിൽ XY എന്ന സെക്സ് ക്രോമസോമുകളാണുള്ളത്. ഇതിൽ XY ക്രോമസോമുകൾ ഉള്ളത് പുരുഷ ബീജത്തിലാണ്. സ്ത്രീ ബീജത്തിലുള്ളത് X ക്രോമസോമുകളാണ്. ഇവിടെ അണ്ഡവുമായി യോജിക്കുന്ന Y ക്രോമസോം സ്ത്രീ ബീജത്തിലെ X ക്രോമസോമുമായി യോജിച്ച് ഒരു ബീജസങ്കലനം നടക്കുകയും ആ ഭ്രൂണം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ പിറക്കുന്നത് ആൺകുട്ടിയാവുകയും, പുരുഷ ബീജത്തിലെ Y ബീജവും സ്ത്രീ X ക്രോമസോമുള്ള അണ്ഡവുമായി യോജിക്കുമ്പോൾ സ്ത്രീ ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഇതോട് അനുബന്ധിച്ച് തന്നെ ആ ഭ്രൂണം ഇനി പിറക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ഭാവിയും രോഗാവസ്ഥകളും എല്ലാം ബുദ്ധിയും എല്ലാം നിയന്ത്രിച്ചു കഴിഞ്ഞു. അതാണ് ശാസ്ത്രീയമായ അടിസ്ഥാനം. ഇവിടെ നമുക്ക് വീണ്ടും ആയുർവേദത്തിൻ്റെ അവരുടെ ഭാരതീയ പരമ്പരാഗത ശാസ്ത്രവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ബീജസങ്കലനത്തെ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പുരുഷ ബീജവും സ്ത്രീ ബീജവും സമാനാവസ്ഥയിലുള്ള സങ്കലനമാണ് ബീജസങ്കലനം. അപ്പോൾ ആയുർവേദ സിദ്ധാന്തപ്രകാരം ഇന്ന് ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരും നപുംസങ്ങളായിരിക്കണം. കാരണം തുല്യമായിട്ടാണ് ഇവിടെ സംയോഗം നടക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ആയുർവേദത്തിൻ്റെ ഈ അടിസ്ഥാനമാണ് നമുക്ക് ചിരിച്ചു തള്ളാൻ സാധിക്കുന്ന വെറും തമാശയായിട്ട് മാറുന്നത്. 16 വയസ്സ് തികഞ്ഞ സ്ത്രീയും 20 വയസ്സ് തികഞ്ഞ പുരുഷനും ഗർഭാശയവും മാർഗവും വായുവും ഹൃദയവും ശുദ്ധമായിരിക്കുമ്പോൾ സംഗതയായാൽ സമർത്ഥനായ പുത്രൻ പിറക്കുമത്രേ. ഇവിടെ ഈ പുത്രനും പുത്രിയും പിറക്കാനുള്ള മാർഗങ്ങൾ കൂടി ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രജോദർശനം അതായത് ആർത്തവാരംഭം മുതൽ ഉള്ള 12 രാത്രികളാണ് ഋതുകാലമായിട്ട് ആയുർവേദം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് 4-ാമത്തെ ദിവസം കുളിച്ച് ബാഹ്യശുദ്ധിയോടും അന്തശുദ്ധിയോടും കൂടി വെളുത്ത മാലയും വസ്ത്രവും ധരിച്ച് ഭർത്താവിന് തുല്യനായ പുത്രൻ വേണമെന്ന ഇച്ഛയോടെ ഭർത്താവിനെ സമീപിക്കണം അത്രേ. അങ്ങനെയാണെങ്കിൽ പുരുഷൻ പിറക്കും. പെൺപ്രജയ്ക്ക് അവിടെ യാതൊരു സ്വാധീനമോ പ്രാധാന്യമോ ആയുർവേദം കാണുന്നില്ല. അതുപോലെ തന്നെ ഇരട്ട സംഖ്യാരാത്രികളിൽ ബന്ധപ്പെടുകയാണെങ്കിൽ പിറക്കുന്ന കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കുമെന്നാണ് ആയുർവേദം സിദ്ധാന്തിക്കുന്നത്. അതായത് 4-ാമത്തെ ദിവസം, 6-ാമത്തെ ദിവസം, 8-ാമത്തെ ദിവസം, 10-ാമത്തെ ദിവസം, 12-ാമത്തെ ദിവസം ഈ ദിവസങ്ങളിൽ ബന്ധപ്പെടുകയാണെങ്കിൽ പിറക്കുന്ന കുട്ടി ഈ ദിവസം നോക്കിയിട്ടാണ് ലൈംഗികത അല്ലെ കുഞ്ഞിൻ്റെ ശിശുവിൻ്റെ നവജാത ശിശുവിൻ്റെ ലിംഗം നിർണയിക്കപ്പെടുന്നത് എന്ന് ആയുർവേദം കണ്ടെത്തിയിരിക്കുന്നു. പിന്നീട് യുഗ്മസംഖ്യ അതായത് ഓജസംഖ്യാരാത്രികളിൽ 5-ാമത്തെയോ 7-ാമത്തെയോ 9-ാമത്തെയോ രാത്രികളിൽ ബന്ധപ്പെടുകയാണെങ്കിൽ പിറക്കുന്നത് പെണ്ണായിരിക്കും. ഇവിടെയും ആ പുരുഷ പക്ഷപാതിത്വപരമായ സമീപനമാണ് നമുക്ക് കാണുന്നത്. കാരണം ആൺകുഞ്ഞ് ജനിക്കാൻ 5 രാത്രികൾ നീക്കിവെച്ചപ്പോൾ പെൺകുഞ്ഞിനായി 3 രാത്രികൾ മാത്രമാണ് നീക്കിവെച്ചിരിക്കുന്നത്. 11-ാമത്തെ രാത്രിയിൽ ബന്ധപ്പെടുകയാണെങ്കിൽ പിറക്കുന്നത് വീണ്ടും നപുംസകമായിരിക്കുമെന്നതിൽ ആയുർവേദത്തിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇതിൻ്റെ ശാസ്ത്രീയ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് കടക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? കാരണം നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു, 14-ാമത്തെ ദിവസമാണ് യഥാർത്ഥത്തിൽ അണ്ടവിസർജനം സംഭവിക്കുന്നത്. ഈ അണ്ടവിസർജനത്തിൻ്റെ 2-3 ദിവസം മുന്നോട്ടോ പുറകോട്ടോ ആണ് ബീജസങ്കലനത്തിനുള്ള സാധ്യതയുള്ളത്. ഈ ഒരു ശാസ്ത്രീയ വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ ആയുർവേദ സിദ്ധാന്തപ്രകാരം ഒരു കുഞ്ഞും പിറക്കാനുള്ള സാധ്യതയില്ല. കാരണം 12-ാമത്തെ ദിവസം വരെയാണ്. അതും മാത്രമല്ല 14-ാമത്തെ ദിവസം ബന്ധപ്പെടുകയാണെങ്കിൽ പിറക്കുന്നത് നപുംസകമായിരിക്കും. ആ ഒരു തലത്തിൽ നോക്കുമ്പോൾ പലപ്പോഴും അങ്ങനെ നോക്കുമ്പോഴും മനുഷ്യകുലം മൊത്തം നപുംസകമാകാനാണ് സാധ്യത. കാരണം 11-ാമത്തെ ദിവസങ്ങളിൽ ആണെങ്കിൽ ഒരു ബീജസങ്കലനത്തിനുള്ള ചെറിയൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആൺകുഞ്ഞ് പിറക്കാനുള്ള വളരെ വിദഗ്ധമായ സാങ്കേതിക വിദ്യകൾ ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആൺകുഞ്ഞ് പിറക്കാനുള്ള ഹൈടെക് സങ്കേതങ്ങൾ
5000 കൊല്ലം പഴക്കമുള്ള നമ്മുടെ ഭാരതീയ ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ടെക്നിക്കുകളെയാണ് പുസ്സവന പ്രയോഗങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെയും ആൺകുഞ്ഞിന് പ്രാമുഖ്യം നൽകുന്ന സ്ത്രീവിരുദ്ധമായ കാഴ്ചപ്പാടാണ് ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്നത്. സ്വർണം, ഒരു ആൺകുഞ്ഞ് പിറക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗർഭിണി, ഒരു ഓൾറെഡി ഗർഭം സ്വീകരിച്ചിട്ടുള്ള ഒരു സ്ത്രീ, ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ, ഒരു പുരുഷന്റെ പ്രതിമ, അത് സ്വർണം കൊണ്ടാവാം, വെള്ളി കൊണ്ടാവാം. ഇനി അഥവാ സാമ്പത്തികം കുറഞ്ഞ വ്യക്തിയാണെങ്കിൽ ഇരുമ്പ് കൊണ്ടുള്ള പ്രതിമയായാലും കുഴപ്പമില്ല. അത്തരം ഒരു ആൺകുഞ്ഞിൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി അത് തീയിൽ ചുട്ടുപഴിപ്പിച്ച് ആ പ്രതിമയെടുത്ത് പാലിൽ മുക്കുക. പിന്നീട് ആ പാല് തണുത്തതിന് ശേഷം 4 പലം പാല് കുടിക്കുകയാണെങ്കിൽ പിറക്കുന്ന കുട്ടി ആൺകുഞ്ഞായിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ കാരണം ആൺകുട്ടി പിറക്കാനുള്ള ഒരു വിദഗ്ധ മാർഗമായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ശാസ്ത്രീയാടിസ്ഥാനം. കാരണം ഈ ബീജസങ്കലനം നടന്നു കഴിഞ്ഞ സമയത്ത് തന്നെ കുഞ്ഞിൻ്റെ ലിംഗം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. ഇത് ഒരു പ്രധാന മാർഗമായിട്ടാണ് ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നീട് അടുത്ത മാർഗം വെളുത്ത കടലാടി വേര്, ജീവകം, ഇടവകം, കരിങ്കുറിഞ്ഞി വേര് തുടങ്ങിയ ഔഷധികൾ വെള്ളത്തിൽ അരച്ചു കലക്കി ഗർഭിണി സേവിക്കുകയാണെങ്കിലും പിറക്കുന്ന കുട്ടി ആൺകുട്ടിയായിരിക്കും അത്രേ. വെള്ളുവഴുതിന വേര് പാലിലരച്ച് വലത്തെ മൂക്കിൽ ഒഴിക്കുകയാണെങ്കിൽ, ഗർഭിണിയുടെ വലത്തെ മൂക്കിൽ ഒഴിക്കുകയാണെങ്കിൽ വീണ്ടും കുട്ടി ആൺകുട്ടിയായിട്ട് മാറും. ഇനി അഥവാ മൂക്ക് മാറി ഇടത്തെ മൂക്കിലേട്ട് ഒഴിച്ചു പോയാൽ പിറക്കുന്നത് പെണ്ണായിട്ട് മാറുമെന്ന ഒരു മുൻകരുതൽ, വാണിംഗും കൂടി ആയുർവേദം നൽകുന്നുണ്ട്. തിരുതാളി വേര് പാലിലരച്ച് കലക്കി മൂക്കിലൊഴിക്കുകയാണെങ്കിലും അഥവാ തിരുതാളി വേര് പാലിലരച്ച് കലക്കി കുടിക്കുകയാണെങ്കിലും പിറക്കുന്ന കുട്ടി ആൺകുട്ടിയായിരിക്കും അത്ര. ഈ ഒരു ആയുർവേദ തത്വത്തെ കമ്പോളവൽക്കരിച്ച് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വിജയകരമായ കച്ചവടം ഉറപ്പിച്ചിട്ടുള്ള ഒരു യോഗാചാര്യനുണ്ട്. അദ്ദേഹം വളരെ ഒരു ആൺകുഞ്ഞ് പിറക്കാനുള്ള ഔഷധവുമായി മാർക്കറ്റിലിറങ്ങിയ കഥ നിങ്ങൾ പത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കും. ആൺകുട്ടി പിറക്കാനുള്ള ഇത്തരം ഔഷധം പതഞ്ജലി മാർക്കറ്റിലിറക്കിയിരുന്നു. മാത്രമല്ല വളരെ വിവാദങ്ങൾ ഉണ്ടായതിന് ശേഷമാണ് അത് പിൻവലിച്ചത്. പക്ഷേ ഇന്നും അത് മാർക്കറ്റിൽ ലഭ്യമാണോ എന്നെനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഇത്തരം സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ആയുർവേദ ഗ്രന്ഥങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. മറ്റൊരു സുപ്രധാന അധ്യായമാണ് രോഗനിദാനവും ചികിത്സയെക്കുറിച്ചുമുള്ള അധ്യായം. സർവേഷമേവ രോഗാണാം നിദാനം കുപിതാമല. എല്ലാ രോഗങ്ങൾക്കും കാരണം ദോഷങ്ങൾ കോപിക്കുന്നതാണ്. അത് വീണ്ടും രോഗങ്ങളുടെ കാരണത്തെ വീണ്ടും വീണ്ടും അത്രിദോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയുർവേദം ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആധുനിക വൈദ്യശാസ്ത്ര വീക്ഷണപ്രകാരം വെറും രോഗലക്ഷണങ്ങളായ കാര്യങ്ങളെ മഹാരോഗങ്ങളായാണ് ആയുർവേദം വ്യാഖ്യാനിക്കുന്നത്. ജ്വരോ രോഗപതി പാമൃത്യുരോ ജോശനോന്ധക. ജ്വരം അഥവാ പനി എന്നത് രോഗങ്ങളുടെ അധിപതിയാവുന്നു. രോഗരാജനായിട്ടാണ് പനിയെ ആയുർവേദം വ്യാഖ്യാനിക്കുന്നത് അഥവാ വിവരിക്കുന്നത്. ഇന്ന് പനി എന്ന് പറയുന്നത് പലതരം ശാരീരിക രോഗങ്ങളുടെ രോഗലക്ഷണങ്ങളാണ് എന്ന് ഒരു അടിസ്ഥാന ശാസ്ത്ര ബോധമുള്ള വ്യക്തികൾക്ക് പോലും മനസ്സിലാക്കാവുന്നതാണ്. ഇത്തരം പനി ദീർഘതരമായി മരണത്തെ ഉണ്ടാക്കുകയും ഓജസ് നശിപ്പിക്കുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്ന് ആകുലപ്പെടുന്നുമുണ്ട് ആയുർവേദം. കാരണം അന്നത്തെ ചികിത്സകർ പലതരം പനി മൂലം ദുരിതം അനുഭവിക്കുകയും മരണപ്പെടുകയും ചെയ്യുന്ന മനുഷ്യരുടെ വേദനകൾക്ക് മുന്നിൽ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിന്നായിരിക്കണം ഇത്തരം ഒരു ശ്ലോകം പിറവിയെടുത്തിരിക്കുന്നുണ്ട്. പല രോഗങ്ങളുടെയും പനി ഒരു ലക്ഷണമായിട്ടുള്ള പല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം പലതരം രോഗാണുബാധകളാണ് എന്ന് നമുക്ക് ഇന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. രോഗാണു സിദ്ധാന്തം ലൂയി പാസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്നത് വളരെ അടുത്ത കാലഘട്ടത്തിലാണ്. ഈ ഒരു രോഗാണു ശാസ്ത്രം തന്നെ
ശാസ്ത്രശാഖയായി ചെറിയ കാലത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. ഇന്ന് നമുക്ക് ദൃഷ്ടിഗോചരമായിട്ടുള്ള ആ ജൈവ ലോകത്തേക്കാൾ വളരെ എണ്ണത്തിലും ബാഹുല്യത്തിലും കൂടുതലുള്ള ഒരു സൂക്ഷ്മ ജീവി ലോകം ശാസ്ത്രത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ സൂക്ഷ്മ ജീവി ലോകത്തെ വൈറസുകൾ മുതൽ ബാക്ടീരിയകളും അതുപോലുള്ള ഏകകോശ ജീവികളും എല്ലാം അടങ്ങുന്ന മനുഷ്യന് ഹാനികരവും ഹാനികരമല്ലാത്തതുമായ സൂക്ഷ്മ ജൈവ ലോകമടങ്ങുന്ന ഒരു ജൈവ ലോകം അനാവരണം ചെയ്യപ്പെടുന്നത് 1250 റോജർ ബേക്കർ ലെൻസും അതിനുശേഷം 1674 ലീവൻ ഹോക്ക് മൈക്രോസ്കോപ്പും കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ്. ആയുർവേദത്തിന് തികച്ചും അജ്ഞാതമാണ് ഈ ഒരു സങ്കല്പം പോലും, ഈ ഒരു അറിവ് പോലും അവർക്ക് അവരുടെ ചിന്തകൾക്ക് അപ്പുറമായിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഇതുപോലുള്ള വെറും യുക്തിരഹിത സങ്കല്പങ്ങളെ അവർ രോഗനിദാനങ്ങളായി വിവരിക്കാൻ ഉള്ള കാരണം. ക്ഷയരോഗത്തെക്കുറിച്ച് പറയുന്നതും വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. ക്ഷയരോഗത്തെയും എല്ലാ സർവ്വരോഗങ്ങളുടെയും ഇടയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു രോഗാധിപതിയായിട്ടാണ് ക്ഷയരോഗത്തെ വിവരിക്കുന്നത്. കാരണം ഈ ക്ഷയരോഗം മുമ്പ് ചന്ദ്രൻ, നമ്മുടെ മൂൺ ചന്ദ്രൻ ഉണ്ടായിരുന്നത് കാരണമാണ് അത്രേ ക്ഷയരോഗത്തിന് രാജയക്ഷ്മാവ് എന്ന പേര് വന്നത്. കാരണം ചന്ദ്രൻ എന്ന ഭൂമിയുടെ ഉപഗ്രഹത്തെ ഒരു ദേവനായോ ഭഗവാനായോ ആണ് പ്രാകൃത ഭാരതീയ വിശ്വാസം നിലനിർത്തുന്നത്. ഈ വിശ്വാസം തന്നെയാണ് ആയുർവേദവും പങ്കുവയ്ക്കുന്നത്. ഈ ചന്ദ്രനെ മുമ്പ് പണ്ടുകാലത്ത് ക്ഷയരോഗം ബാധിച്ചിരുന്നുവെന്നും അങ്ങനെ ഈ ക്ഷയരോഗ ബാധിതനായ ചന്ദ്രഭഗവാൻ ക്ഷയരോഗം മാറുകയും വീണ്ടും ക്ഷയരോഗബാധിതനാവുകയും ചെയ്യുന്നത് കാരണമാണ് ക്ഷയരോഗത്തിലെ ട്യൂബർക്ലോസിസ് എന്ന രോഗത്തെ രാജയക്ഷ്മാവ് എന്ന് ആയുർവേദം വിവരിക്കുന്നത്. ചന്ദ്രൻ്റെ ഈ വൃദ്ധിക്ഷയം മൂലമുണ്ടാവുന്ന ചന്ദ്രൻ്റെ ആ രൂപമാറ്റത്തെ ക്ഷയരോഗബാധിതനായിട്ടാണ് ആയുർവേദം വിവരിക്കുന്നത്. വളരെ ഹാസ്യാത്മകമായ വിവരണമാണ്. ഒരു ഹാസ്യ പുസ്തകം വായിക്കുന്നത് പോലെ ചിരിച്ച് വായിക്കാവുന്ന ഒരു അധ്യായമാണിത്. ആയുർവേദത്തിൻ്റെ ഈ രോഗവിജ്ഞാനീയവും ഖഗോള ജ്ഞാനവും എത്രമാത്രം മഹത്തരമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഛർദിയെ, വൊമിറ്റിംഗ് എന്ന രോഗലക്ഷണത്തെയും ഒരു വലിയ രോഗമായി ആയുർവേദം വിവരിക്കുന്നുണ്ട്. 5 വിധത്തിലുള്ള ഛർദി രോഗങ്ങളുണ്ടത്രേ. ഉദാനവായു വികൃതനായിട്ട് ദോഷങ്ങളെ ഊർധ്വഗതിയിലാക്കുന്നതാണ് ഛർദി രോഗത്തിന് കാരണമാണെന്നാണ് ആയുർവേദം പറയുന്നത്. അതുപോലെ ഹൃദ്രോഗത്തിൻ്റെ കാരണങ്ങളും വളരെ രസകരമായിട്ട് വിവരിക്കുന്നുണ്ട്. ത്രിദോഷങ്ങൾ മൂലവും കൃമികൾ മൂലവും ഹൃദ്രോഗമുണ്ടാകുമത്രേ. ഇപ്പോൾ ഹൃദ്രോഗബാധിതനെ കൃമി അല്ലെങ്കിൽ വിരയിളക്കാനുള്ള മരുന്ന് കൊടുത്താലുള്ള സ്ഥിതി എന്തായിരിക്കും? പ്രമേഹത്തെ, ഡയബറ്റീസ് എന്ന് പറയുന്ന രോഗത്തെയും ആയുർവേദം വളരെ രസകരമായി വിവരിക്കുന്നുണ്ട്. 20 തരം പ്രമേഹ രോഗങ്ങളുണ്ട് അത്രേ. കഫദോഷം കാരണം 10 തരവും, പിത്തദോഷം മൂലം 6 തരവും, വാതദോഷം മൂലം 4 തരവും പ്രമേഹ രോഗങ്ങളുണ്ട് അത്രേ. പ്രമേഹത്തിനുള്ള കാരണം മധുരം, പുളി, ഉപ്പ്, പുതിയ ധാന്യം, മദ്യം, പാൽ, ഒരേ ദിക്കിൽ തന്നെ ഇരുന്നു കൊണ്ടുള്ള രമിക്കൽ, ഇതെല്ലാം പ്രമേഹത്തിൻ്റെ കാരണങ്ങളായാണ് ആയുർവേദം അടിവരയിടുന്നത്. എന്നാൽ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം പ്രമേഹത്തിൻ്റെ കാരണം എന്താണെന്നും പ്രമേഹത്തിൻ്റെ ചികിത്സ എന്താണെന്നും വളരെ ശാസ്ത്രീയമായി കണ്ടെത്തുകയും ഫലപ്രദമായി തന്നെ നടപ്പിലാക്കുകയും ചെയ്തു വന്നിട്ടുണ്ട്. പ്രമേഹം എന്ന് പറയുന്ന രോഗം നമുക്കറിയാം, ഇൻസുലിൻ, പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോൺ ശരീരത്തിലെ ചയാപചയങ്ങളെ നിയന്ത്രിക്കുകയും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഹോർമോണിൻ്റെ അഭാവം മൂലമോ ഹോർമോണിൻ്റെ കുറവ് മൂലമോ അഥവാ ശരീരത്തിന് ഇൻസുലിനെതിരായി ഉണ്ടാകുന്ന പ്രതിരോധ ശേഷി മൂലമോ ഉണ്ടാകുന്ന ഒരു രോഗമാണ്, ഒരു മെറ്റബോളിക് ഡിസോർഡറാണ് പ്രമേഹം എന്ന രോഗം. 1921 മാത്രമാണ് ഫെഡറിക് ബാൻഡിങ്ങും ബെസ്റ്റും പാൻക്രിയാസ് ഗ്രന്ഥിയിൽ നിന്നും ഇൻസുലിൻ എന്ന ഹോർമോണെ വേർതിരിച്ചെടുക്കുന്നത്. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ
പ്രമേഹ രോഗത്തിനുള്ള ശാസ്ത്രീയ ചികിത്സ രൂപപ്പെട്ടു വരുന്നതും പ്രമേഹം ഇന്ന് ഒരു രോഗമേ അല്ലാത്ത അവസ്ഥയായി മാറ്റാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുള്ളതും. യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായ ചികിത്സ എടുക്കുകയാണെങ്കിൽ പ്രമേഹം ഒരു രോഗം പോലുമല്ല, ഒരു മെറ്റബോളിക് ഓൾട്രേഷൻ മാത്രമായി, അല്ലെങ്കിൽ ചയാപചയത്തിലുണ്ടാകുന്നൊരു വ്യതിയാനം മാത്രമാണ്. ഇൻസുലിൻ അതുപോലെ ശരിയായ ശാസ്ത്രീയ ചികിത്സ നൽകുകയാണെങ്കിൽ രോഗത്തെ പൂർണ്ണമായും നിയന്ത്രിക്കാനും രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് തന്നെ സ്വാഭാവിക മരണം വരെ, ആയുഷ്കാലം വരെ നീട്ടിക്കൊണ്ടുപോകാനും സാധിക്കും എന്നതാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തൽ. കുഷ്ഠരോഗത്തെ വളരെ ഒരു ഭീകര അവസ്ഥയായിട്ടാണ് ആയുർവേദം വിവരിക്കുന്നത്. കുഷ്ഠരോഗിയെ വളരെ ഒരു കൊടിയ കുറ്റവാളിയായിട്ടോ ജന്മാന്തര പാപിയായിട്ടോ ആയാണ് ആയുർവേദം കാണുന്നത്. സജ്ജന നിന്ദ, ജനദ്രോഹം, അന്യധനം ആഗ്രഹിക്കൽ, മിഥ്യാഹാര വിഹാരം, അതുപോലെ സർപ്പകോപം തുടങ്ങിയ കാരണങ്ങളാണത്രേ രോഗത്തിൻ്റെ നിദാനമായിട്ടുള്ളത്. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കുഷ്ഠരോഗികളെ ആഗോളതലത്തിൽ തന്നെ കുറ്റവാളികളായും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവരായും വളരെ നീചമായി അവരെ മാറ്റി നിർത്തുകയും ഒറ്റപ്പെട്ട ദ്വീപുകളിലേക്കും തുരുത്തുകളിലേക്കുമെല്ലാം തടവറയിൽ ആക്കപ്പെടുകയും ചെയ്തിരുന്ന ഒരവസ്ഥയാണ് നിലനിന്നിരുന്നത്. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം കുഷ്ഠരോഗത്തെയും കീഴടക്കിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ പോലും കുഷ്ഠരോഗം ഇന്ന് ഏകദേശം നിർമ്മാർജ്ജനത്തിൻ്റെ ഘട്ടത്തിലാണ്. ഇന്ന് വളരെ അപൂർവമായി മാത്രമാണ് കുഷ്ഠരോഗികളെ കാണുന്നത്. മാത്രമല്ല, നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാവുന്നതും വൈകല്യങ്ങളെ പൂർണ്ണമായും തടഞ്ഞു നിർത്താവുന്നതുമായ ഒരു രോഗം, ഒരു പകർച്ചവ്യാധി മാത്രമാണ് കുഷ്ഠരോഗം എന്ന് ഇന്ന് നാം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. പ്രായോഗികമായി അത് നടപ്പിലാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. കാമില അഥവാ മഞ്ഞപ്പിത്തത്തിനും വളരെ വിചിത്രമായിട്ടുള്ള വിശദീകരണം നൽകുന്നുണ്ട് ആയുർവേദം. പാണ്ഡുരോഗി പിത്തകോപകരമായിരിക്കുന്ന അന്നപാനാദികൾ ശീലിച്ചാൽ മഞ്ഞപ്പിത്തം വരുമത്രേ. കാരണം ഈ ദോഷങ്ങൾ മനുഷ്യ ശരീരത്തിന് മാത്രമല്ല, മനുഷ്യൻ കഴിക്കുന്ന ആഹാരങ്ങൾക്ക് പോലും ഈ ദോഷങ്ങൾ ആരോപിച്ചിട്ടുണ്ട് ആയുർവേദം. കാരണം ചില ഭക്ഷണങ്ങൾ പിത്തകോപകരവും, ചില ഭക്ഷണങ്ങൾ വാതകോപകരവും, ചില ഭക്ഷണങ്ങൾ കഫ വർദ്ധിപ്പിക്കുന്നതുമായിട്ടൊക്കെ വിഭജിച്ചിരിക്കുകയാണ്. അതുപോലെ പിത്തത്തിന് കോപകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അത്തരം വ്യക്തികൾക്ക് മഞ്ഞപ്പിത്തം വരുമെന്നാണ് പറയുന്നത്. ഉദരത്തിലിരിക്കുന്ന പിത്തം ത്വക്കിനെയും മാംസത്തെയും തപിപ്പിക്കും അത്രേ. പിന്നെ പിത്താധിപന്മാരല്ലാത്ത വ്യക്തികൾക്ക് പിത്താധിപന്മാരായിട്ടുള്ള വ്യക്തികൾ, അവർക്ക് പാണ്ഡുരോഗം കൂടാതെയും കാമില വരും. കാരണം ഈ ദോഷങ്ങൾ ചില വ്യക്തികൾക്ക് ജന്മനാ തന്നെ ചില ദോഷങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ചില വ്യക്തികളെ കണ്ടാൽ അവൻ പിത്തപ്രകൃതിയാണ്, അല്ലെങ്കിൽ കഫപ്രകൃതിയാണ്, വാദപ്രകൃതിയാണ് എന്നാണ് പറയുന്നത്. അപ്പം ചില രൂപം കണ്ട് വൈദ്യന് ഇയാൾക്ക് പിത്തപ്രകൃതിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ രോഗനിർണയം പിത്തമായിരിക്കും. പക്ഷെ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് ഛർദിയും പനിയും പോലെ തന്നെ വെറുമൊരു രോഗലക്ഷണമാണ്. കാരണം പലതരം കാരണങ്ങളാൽ ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന അവസ്ഥയുണ്ടാവാം. അതിൻ്റെ പ്രധാന കാരണം പകർച്ചവ്യാധികളായിട്ടുള്ള ABCD, ഹെപ്പറ്റൈറ്റിസ് ABCDEFGH വരെ ഉള്ള മഞ്ഞപ്പിത്ത രോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ പല ടോക്സിക് വിഷപദാർത്ഥങ്ങൾ ശരീരത്തിൽ വന്നാൽ ചില ഫംഗസ് ബാധകൾ മൂലമുണ്ടാകുന്നത്. പിന്നീട് പല സർജിക്കലായിട്ടുള്ള കാരണങ്ങൾ പിത്തത്തിനുണ്ട്. ക്യാൻസർ മുതൽ പിത്തസഞ്ചിയിലുള്ള കല്ലുകൾ വരെ പിത്തത്തിന് കാരണമായിട്ടുണ്ട്. വെറും ഒരു രോഗലക്ഷണം മാത്രമാണ് ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. ജന്മനാ ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തങ്ങളുണ്ട്, ഹോർമോൺ തകരാറുകൾ മൂലമുണ്ടാകുന്ന മഞ്ഞപ്പിത്തങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്ന ചിലപ്പോൾ ഈ ആയുർവേദ ചികിത്സകൾ മൂലമുള്ള മഞ്ഞപ്പിത്തങ്ങളാണ് പലപ്പോഴും. ഇവരുടെ ചികിത്സകൾ തന്നെ മഞ്ഞപ്പിത്തത്തിലേക്ക് നയിക്കുന്നതാണ്. ആധുനിക വൈദ്യശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ള വ്യക്തികൾക്ക് പലപ്പോഴും അനുഭവ സാക്ഷ്യമായിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വാർഡുകളിലൂടെ നടന്നുപോയാൽ ഒരിക്കലും മദ്യം കണ്ടിട്ട് പോലുമില്ലാത്ത സ്ത്രീകൾ ലിവർ സിറോസിസും മഞ്ഞപ്പിത്തവും എല്ലാമായിട്ട് കാണാറുണ്ട്. എൻ്റെ പ്രാക്ടീസ് അനുഭവത്തിൽ തന്നെ എത്രയോ പേരെ ഇത്തരം
ആയുർവേദ ചികിത്സകൾ മൂലം ലിവർ സിറോസിസ് ബാധിച്ച വ്യക്തികളെ ട്രീറ്റ് ചെയ്യേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. കാരണം ആയുർവേദ ചികിത്സയിലെ പ്രധാന ചികിത്സയായുള്ള അരിഷ്ടങ്ങളിലെല്ലാം പ്രധാന ഘടകം ആൽക്കഹോളാണ്. മരുന്നെന്ന പേരിൽ ചാരായം നൽകിയാൽ അത് കരളിനെ ബാധിക്കാതിരിക്കില്ല. എ റോസ് ബൈ എനി അതർ നെയിം സ്മെൽസ് ദ സെയിം എന്നൊരു ചൊല്ലുണ്ട്. റോസിനെ മറ്റെന്ത് പേരിട്ട് വിളിച്ചാലും റോസാപുഷ്പം തന്നെ ആയിരിക്കും. ആൽക്കഹോളിനെ അല്ലെങ്കിൽ ചാരായത്തെ, സ്പിരിറ്റിനെ ഒരു മരുന്നാണെന്ന് പറഞ്ഞ് ശരീരത്തിന് നൽകിയാലും അത് ആൽക്കഹോളിൻ്റെ ദൂഷ്യം തന്നെയാണ് കരളിന് സമ്മാനിക്കുക. ഇത് തിരിച്ചറിയാതെ രോഗങ്ങളെ മാത്രം സൃഷ്ടിക്കുന്ന ഒരു ചികിത്സാ ശാസ്ത്രം, ഒരു തട്ടിപ്പ് മാത്രമായിട്ടാണ് ആയുർവേദം നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ കമ്പോള ദംഷ്ട്രങ്ങൾ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ചികിത്സാ സ്ഥാനമെന്ന മറ്റൊരു അധ്യായവും വളരെ രസകരമാണ്. ഈ അധ്യായത്തിലും പരമാബദ്ധങ്ങളുടെ ഘോഷയാത്രയാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുക. രോഗകാരണങ്ങളെ വർജിക്കാനുള്ള ആയുർവേദ മാർഗമാണ് പഥ്യം. ഇത് ശാസ്ത്രം പഠിപ്പിക്കുകയും വൈദ്യശാസ്ത്രത്തിൽ പോലും പ്രാവീണ്യമുള്ള വ്യക്തികൾക്ക് പോലും പലപ്പോഴും, ഡോക്ടർമാരടക്കമുള്ള വ്യക്തികൾക്ക് പോലും പലപ്പോഴും ഇതിൻ്റെ ദുസ്വാധീനം കാണാറുമുണ്ട്. കാരണം മഞ്ഞപ്പിത്തം ബാധിച്ചു കഴിഞ്ഞാൽ ഉപ്പ് കൊടുക്കാൻ പാടില്ല, അതുപോലെ ത്വക്ക് രോഗങ്ങൾക്ക് ഉപ്പ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന പല യുക്തിരഹിതമായ ചില റെസ്ട്രിക്ഷൻസ് രോഗികളിൽ ആരോപിക്കുന്നുണ്ട്. അതിൻ്റെ സ്വാധീനം മൊത്തം സമൂഹത്തിൽ തന്നെ, ഡോക്ടർമാരടക്കമുള്ള വ്യക്തികളുടെ കാര്യങ്ങളിൽ തന്നെ നമുക്ക് പലപ്പോഴും ദർശിക്കാൻ സാധിക്കും. ഔഷധ ചികിത്സ ആയുർവേദത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ ഔഷധ ചികിത്സയുടെ. പഥ്യം കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഔഷധ ചികിത്സയാണ്. ഈ ഔഷധ ചികിത്സ ആയുർവേദത്തിൽ 2 തരം പ്രധാന ഔഷധ ചികിത്സകളാണുള്ളത്. ഒന്നിനെ ശോധനമാണ്, പ്രധാനമായുള്ള ഔഷധ ചികിത്സയാണ് ശോധനം എന്ന് പറയുന്നത്. മറ്റൊന്ന് ശമന ചികിത്സയാണ്. ശോധന ചികിത്സ എന്ന് പറയുന്നത് വൈദ്യന് ഒരു രോഗിയെ കാണുമ്പോൾ ആ രോഗിയിൽ ദോഷവൈഷമ്യം മൂലം ഉണ്ടാകുന്ന ആ മലം അവ ധാതുക്കളിലും സ്രോതസ്സുകളിലും വികാരമുണ്ടാക്കി രോഗാവസ്ഥയെ നിലനിർത്തുകയാണ് എന്ന് തോന്നിയാൽ ആ വർദ്ധിച്ച ദോഷത്തെ ശരീരത്തിൽ നിന്നും പുറന്തള്ളാനുള്ള മാർഗമാണ് ശോധന ചികിത്സ. രോഗവിമുക്തിക്ക്, ഇത്തരം രോഗികളിൽ രോഗവിമുക്തിക്ക് ശോധന ചെയ്യണം എന്നാണ് പറയുന്നത്. പലപ്പോഴും ഞങ്ങളെ സമീപിക്കാറുള്ള പല രോഗികളും പലപ്പോഴും ചോദിക്കാറുള്ള, ആവശ്യപ്പെടാറുള്ള ഒരു ചികിത്സയാണ് ഈ ശോധന എന്ന് പറയും. ഡോക്ടറെ, നന്നായിട്ടൊന്ന് വയറിളക്കിയാൽ രോഗത്തിന് ശമനമുണ്ടാവില്ലേ? കാരണം എല്ലാ ദോഷങ്ങളും വയറ്റിൽ കെട്ടിക്കിടക്കുകയാണെന്നും ആ ദോഷങ്ങളെ പുറന്തള്ളിയാൽ, മലവിസർജനം മൂലം പുറന്തള്ളിക്കഴിഞ്ഞാൽ എല്ലാം ശുദ്ധമായെന്നും രോഗ വിമുക്തി നേടുമെന്നും വിദ്യാഭ്യാസമുള്ളവർ പോലും വളരെ ശക്തമായി വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം മാറിയിട്ടുണ്ട്. മനുഷ്യൻ്റെ പക്ഷേ ഈ വിസർജ്യങ്ങളെ ശോധനം ചെയ്യുക എന്ന് പറയുന്നതോടുകൂടി തന്നെ വളരെ തികച്ചും വൈരുദ്ധ്യമായ മറ്റൊരു കാര്യം കൂടി ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മനുഷ്യൻ്റെ വിസർജ്യമായിട്ടുള്ള മൂത്രം, അതുപോലെ തന്നെ ഗോവിൻ്റെ വിസർജ്യമായിട്ടുള്ള മൂത്രവും ചാണകവും ആയുർവേദത്തിൻ്റെ വളരെ വിശിഷ്ടമായ ദിവ്യൌഷധങ്ങളാണ്. ഇവിടെ നമ്മൾ പുറന്തള്ളിക്കളയേണ്ട ആ മലത്തെ തന്നെ ആയുർവേദം നല്ല ഔഷധങ്ങളായിട്ടും മറ്റൊരവസരത്തിൽ അതിനെ നിർദ്ദേശിക്കുന്നുണ്ട്. ശോധന ചികിത്സയ്ക്ക് 5 മാർഗങ്ങളാണുള്ളത്. ഇതിനെയാണ് പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്നത്. വസ്തി, വിരേചനം, വമനം, നസ്യം, രക്തമോക്ഷം. അങ്ങനെ ഈ 5 ശോധന ചികിത്സകളാണ് ഈ പഞ്ചകർമ്മങ്ങൾ. വസ്തി എന്ന് പറയുന്നത് വർദ്ധിച്ച വായുദോഷത്തെ ശോധനം ചെയ്യാനുള്ള, അതിനെ പുറന്തള്ളാനുള്ള സാങ്കേതിക മാർഗമാണ് വസ്തി. ആയുർവേദത്തിൻ്റെ വളരെ അവരുടെ പ്രചാരണത്തിലുള്ള പ്രതീകാത്മകമായ ചികിത്സയാണ് വസ്തി. ഞാൻ എൻ്റെ ടോക്ക് ആദ്യത്തെ സ്ലൈഡിൽ കണ്ടിട്ടുള്ള ആ പ്രവർത്തനമാണ് വസ്തി. അത് ആയുർവേദത്തിൻ്റെ ഒരു പരസ്യം കാണുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഒരു രോഗി, കിടക്കുന്ന ഒരു രോഗിയും
ഒരു നടുക്ക് ഓട്ട വെച്ചിട്ടുള്ള ഒരു കലം, കെട്ടിത്തൂക്കിയ ഒരു കലവും അതിൽ നിന്നും എണ്ണധാര കോരുന്ന ഒരു ചിത്രം ആയുർവേദം മാർക്കറ്റ് ചെയ്യുന്ന അതിൻ്റെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു പ്രതീകമാണ്. ഇതാണ് ഈ വസ്തി കർമ്മം. വിരേചനം, വർദ്ധിച്ച പിത്തദോഷത്തിനുള്ള ശോധന ചികിത്സയാണ് വിരേചനം എന്ന് പറയുന്നത്. അതായത് വയറിളക്കൽ, അത് ഈ പിത്തദോഷത്തെ ഇളക്കിക്കളയാനുള്ള ചികിത്സാ മാർഗമാണ്. വമനം, അതായത് ഛർദ്ദിപ്പിക്കൽ. കഫം വർദ്ധിച്ചിട്ടുള്ള, കഫം എന്ന ദോഷത്തിന് വമനമാണ്, അതായത് ഛർദ്ദിപ്പിക്കലാണ്. ദോഷം, രോഗത്തിൻ്റെ കാരണമായിട്ടുള്ള ദോഷം കഫമാണെന്ന് തോന്നിയാൽ അതിനുള്ള ചികിത്സ ഛർദിയാണ്. നസ്യം, കഴുത്തിന് മേലുള്ള ENT ചികിത്സ, ഊർധ്വാംഗ ചികിത്സയുടെ ഭാഗമാണ്, ശോധന ചികിത്സയാണ് നസ്യം. കഴുത്തിന് മുകളിലുള്ള ദോഷങ്ങൾക്കുള്ള ശോധന ചികിത്സയാണ് നസ്യം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ശോധന ചികിത്സയാണ് രക്തമോഷം. രക്തത്തെ പുറന്തള്ളുക, മുറിവുണ്ടാക്കി രക്തം കളയുക, അല്ലെങ്കിൽ അട്ടയെ കൊണ്ട് ഘടിപ്പിച്ച് ചോരയെ രക്തം മോക്ഷം നടത്തുക എന്നത് അതും ഒരു സുപ്രധാന ചികിത്സയായി അവർ നടത്തിക്കൊണ്ടുവരുന്നതാണ്. പലപ്പോഴും അട്ടയെ കൊണ്ടുള്ള ചികിത്സകളെല്ലാം ഇപ്പോഴും വളരെ വ്യാപകമായിട്ട് നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. കാരണം അട്ടയ്ക്ക് വൈദ്യനേക്കാളും അല്ലെങ്കിൽ രോഗിയേക്കാളും ബുദ്ധിയുള്ളതായിട്ടാണ് അവ ആയുർവേദം ആരോപിക്കുന്നത്. കാരണം ദുഷിച്ച രക്തത്തെ മാത്രം വലിച്ചെടുത്ത് പുറന്തള്ളുന്ന ഒരു ചികിത്സകനായിട്ട് അട്ടയെ ആയുർവേദം മാറ്റിയെടുത്തിരിക്കുകയാണ്. പിന്നീടുള്ളത് ശമന ചികിത്സയാണ്. ഈ ദോഷം, രോഗകാരണമായിട്ടുള്ള ദോഷം അത് ശോധനത്തെ അർഹിക്കുമാറ് വർദ്ധിച്ചിട്ടില്ലെങ്കിൽ ശമന ചികിത്സ മതി. ആ ദോഷത്തെ പുറന്തള്ളാതെ അതിനെ തൽക്കാലം ശമിപ്പിച്ചു വയ്ക്കുക, അതാണ് ശമന ചികിത്സ. ശമന ചികിത്സയും 7 തരത്തിലുണ്ട്. ദീപനം, പാചനം, ഉപവാസം, തൃഷ്ണ സഹിക്കൽ, വ്യായാമം, വെയിൽ കൊള്ളൽ, കാറ്റുകൊട്ടൽ, അങ്ങനെ 7 തരം ശമന ചികിത്സയാണ്. ഈ ആയുർവേദത്തിൻ്റെ ചികിത്സാ രീതിപ്രകാരം, ശോധന ചികിത്സാ വിധി പ്രകാരം ഛർദി എന്ന രോഗത്തിൽ, അത് നമ്മുടെ ആധുനിക ശാസ്ത്രീയ കാഴ്ചപ്പാടിലൂടെ ഛർദി എന്ന രോഗലക്ഷണത്തിന് അതിൽ ഇളകിയിട്ടുള്ള ദോഷം കഫമാണ്. ഛർദിയിൽ ഇളകിയിട്ടുള്ള ദോഷം കഫമാണ്. അപ്പോൾ അതിന് ഛർദിക്ക് കൊടുക്കാനുള്ള ചികിത്സ വീണ്ടും ഛർദിപ്പിക്കുക. വളരെ വിചിത്രമായിട്ടുള്ള ചികിത്സാ രീതിയാണ്. ഛർദിക്കുന്ന രോഗിയെ വീണ്ടും ഛർദിപ്പിക്കാനുള്ള മരുന്ന് കൊടുക്കുക. അതുപോലെ തന്നെ അതിസാരം, വയറിളക്കം പിടിച്ച രോഗിക്ക്, ഗ്യാസ്ട്രോ എൻറൈറ്റിസ് പിടിച്ച രോഗിയാണെങ്കിൽ അതൊക്കെ ഛർദിയും അതിസാരവും കാണും, ലൂസ് മോഷനും കാണും. അപ്പോൾ വയറിളക്കം പിടിച്ച രോഗിക്ക് ആ രോഗിയിൽ ഇളകിയിരിക്കുന്ന അല്ലെങ്കിൽ കോപിച്ചിരിക്കുന്ന ദോഷം പിത്തമാണ്. ആ പിത്തത്തെ ഒഴിപ്പിക്കാൻ വീണ്ടും വിരേചനം അഥവാ വീണ്ടും വയറിളക്കുക. ഇതിങ്ങനെ ഈ ഒരു കാഴ്ചപ്പാടിലൂടെ ഒരു ഗ്യാസ്ട്രോ എൻറൈറ്റിസ് അല്ലെങ്കിൽ ഛർദി അതിസാരം ബാധിച്ച ഒരു കുട്ടിക്ക്, വലിയ വ്യക്തിയാണെങ്കിലും വീണ്ടും ഛർദിക്കാനും വീണ്ടും വയറിളകാനുമുള്ള മരുന്ന് കൊടുത്താലുള്ള സ്ഥിതി എന്തായിരിക്കും? ഇത്തരം ചികിത്സയാണ് വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ആയുർവേദം നടത്തിക്കൊണ്ടുവന്നിരുന്നത്. ഇങ്ങനെ ഇത്തരം ഭീകരമായ ചികിത്സാ ശിക്ഷയിലൂടെ എത്രയെണ്ണം കുഞ്ഞുങ്ങളെ ഈ ചികിത്സകർ കാലപുരിക്കയച്ച് കാണും. യഥാർത്ഥത്തിൽ വയറിളക്ക രോഗങ്ങൾക്ക് പലതരം അണുബാധകളും പലതരം കാരണങ്ങളുണ്ട്, അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. പക്ഷേ അതിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന, വയറിളക്ക രോഗത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഛർദി ആയാലും വയറിളകുമ്പോഴും ശരീരത്തിലുള്ള ലവണങ്ങളും ജലാംശവും ഗ്ലൂക്കോസുമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഇവിടെ യാതൊരു വൈദ്യശാസ്ത്ര ബോധത്തിൻ്റെ ആവശ്യമില്ല. ഈ ഒരു അവസ്ഥയിൽ എന്താണ് രോഗിക്ക് വേണ്ടത്? രോഗിയുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ലവണങ്ങളും ജലവും തിരിച്ചു നൽകുക. ഇതാണ് ശാസ്ത്രീയ ചികിത്സ. അതിനു പകരം ഇതിന് വിപരീതമായിട്ടുള്ള ശിക്ഷയാണ് ചികിത്സയായിട്ട് വിധിക്കുന്നത്. അതുപോലെ തന്നെ വയറിളക്കം പിടിച്ച രോഗി ഒരു ശോധന ചികിത്സ അർഹിക്കുമാറ് രോഗം വർദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ രോഗിക്കുള്ള ചികിത്സയായിട്ട് വിധിക്കുന്നത് ശമന ചികിത്സയാണ്. ആ ശമന ചികിത്സയിൽ എന്താണ് വിധിക്കുന്നത്? രോഗിക്ക് ഒന്നും കൊടുക്കാതിരിക്കുക, പട്ടിണിക്കിടുക. വയറിളക്കും ഛർദിയും പിടിച്ച രോഗിയെ, കാരണം ആ കോപിച്ചിരിക്കുന്ന ദോഷങ്ങൾ അവിടെ തന്നെ നിന്ന് ശമിച്ച് നിന്നോട്ട്, അതുവരെ പട്ടിണിക്കിടുക. ഛർദിയും വയറിളക്കും നിന്ന് കഴിഞ്ഞാൽ, കാരണം ദുഷിച്ച
ദോഷങ്ങളെല്ലാം ഒന്നുകിൽ ഛർദ്ദിച്ചു പോട്ടെ അല്ലെങ്കിൽ വയറിളകി പോട്ടെ, അതുവരെ രോഗിയെ പട്ടിണിക്കിടുക. ഇതാണ് ആയുർവേദത്തിൻ്റെ ശമന ചികിത്സ. വാതാദി ദോഷങ്ങൾ ആമദോഷത്തോടെ ജഠരാഗ്നിയെ മന്ദമാക്കി പനിയുണ്ടാക്കുന്നതിനാൽ പനിയോ പൂർവ്വലക്ഷണമോ കണ്ടാൽ ഉപവസിക്കുക. പനിക്ക് കാരണം ഈ വാതാദി ദോഷങ്ങൾ, വാദം പിത്തം കഫം എന്ന ദോഷങ്ങൾ ആമദോഷത്തോടെ ജഠരാഗ്നിയെ മന്ദമാക്കുന്നു. ജഠരാഗ്നിയുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുകയും അങ്ങനെയാണ് പനിയുണ്ടാകുന്നത്. അത്ര ഇങ്ങനെ പനി അല്ലെങ്കിൽ ഒന്നുകിൽ പനിയുടെ പൂർവ്വ ലക്ഷണങ്ങളോ കണ്ടാൽ അതിനുള്ള ചികിത്സയും പട്ടിണിക്കിടയിൽ തന്നെയാണ്, ഉപവസിപ്പിക്കുക. ദോഷം കഫപ്രധാനമായി സഞ്ചാരിയായിരിക്കുമ്പോൾ നെഞ്ചുവേദന, ചുമ, വിഷുചി അതായത് കോളറ എന്നീ രോഗങ്ങളുണ്ടാവും. അതിന് ഇവിടെ ഈ കൊടകപ്പാലരി, മലങ്കാരക്ക, ഇന്ദുപ്പ് ഇതെല്ലാം ഛർദ്ദിപ്പിക്കാനുള്ള ആയുർവേദ ഔഷധങ്ങളാണ്, ഛർദിയെ ഉണ്ടാക്കാനുള്ള ആയുർവേദ മരുന്നുകളാണ്. ഇത്തരം രോഗികൾക്ക് കൊടകപ്പാലരി, മലങ്കാരക്ക, ഇന്ദുപ്പ് എന്നിവ കൊടുത്ത് ഇത്തരം രോഗികളെ ഛർദ്ദിപ്പിക്കണമെന്നാണ് പറയുന്നത്. ക്ഷയരോഗിയെ നെയ്സേവ നൽകി, ക്ഷയരോഗിക്ക് നെയ്സേവ അത് പിന്നെ കുറച്ച് നല്ല കാര്യമാണ്. നെയ്സേവ നൽകി പിന്നീട് വെയിലത്ത് കടത്തി വിയർപ്പിക്കണം, അതിനുശേഷം ഛർദ്ദിപ്പിക്കണം. അപ്പോൾ വിയർപ്പിലൂടെ കുറേ ദോഷങ്ങൾ പുറന്തള്ളും, ഛർദ്ദിക്കുന്നതിലൂടെ ക്ഷയരോഗത്തിൻ്റെ ദോഷങ്ങളും പുറന്തള്ളും. ഇതാണ് ക്ഷയരോഗത്തിനുള്ള ചികിത്സ. പ്രമേഹത്തിനും ഉള്ള ചികിത്സ അതുപോലെ തന്നെ ഛർദ്ദനവും വയറിളക്കും തന്നെയാണ് പ്രധാന ചികിത്സ. പല രോഗങ്ങൾക്കുമുള്ള ചികിത്സകൾ ഒന്നുകിൽ ഛർദ്ദിപ്പിക്കൽ അല്ലെങ്കിൽ വയറിളക്കലാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത്. ഹൃദ്രോഗികൾക്ക് ചന്ദനാദികൾ ചേർത്ത ആ പാല് കടഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നെയ്യ് അത് കാച്ചിക്കൊണ്ട് നസ്യം ചെയ്യുക, മൂക്കിൽ ധാര കോരുക. അതാണ് ഹൃദ്രോഗത്തിനുള്ള ചികിത്സ. മറ്റൊരു അധ്യായമാണ് വിഷചികിത്സ. വിഷചികിത്സയും വളരെ രസകരമായി വായിച്ചു പോകാവുന്ന ഒരു വിവരണമാണ്. 2 തരം വിഷങ്ങളാണുള്ളത്, സ്ഥാവര വിഷവും ജംഗമ വിഷവും. അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ളതും മൂവിങ് ആയിട്ടുള്ള 2 തരം വിഷങ്ങൾ. സ്ഥാവര വിഷത്തിനുള്ള ശമന ഔഷധമാണ് ചന്ദ്രോദയ ഗുളിക. ഈ ചന്ദ്രോദയ ഗുളിക നിർമ്മിക്കുന്നതിനുള്ള പ്രക്രിയ അത് വളരെ രസകരമാണ്. ഈ ഗുളിക എല്ലാവർക്കും നിർമ്മിക്കാൻ സാധിക്കില്ല. ആദ്യം ഒരു കന്യക, ആ കന്യക ഒരു ദിവസം 24 മണിക്കൂർ ഉപവസിച്ചതിന് ശേഷം പുലർച്ചെ പൂഷ്യ നക്ഷത്രത്തിലാണ്, പൂഷ്യ നക്ഷത്രത്തിൽ വളരെ അതിരാവിലെ കുളിച്ച് വെളുത്ത വസ്ത്രം ധരിച്ച് പിന്നീട് ബ്രാഹ്മണരെ പൂജിക്കണം. കാരണം ഈ സവർണ ചികിത്സയുടെ ഭാഗമാണ് ആയുർവേദം. അപ്പോൾ ബ്രാഹ്മണനെ പൂജിക്കുന്നത് ചികിത്സയുടെ ഫലപ്രാപ്തിക്ക് വളരെ അത്യാവശ്യമാണ്. ബ്രാഹ്മണരെ പൂജിച്ച് പൂയ നക്ഷത്ര സമയത്ത് തേനിൽ നനച്ച അഞ്ജനവും കൊട്ടം തകരം എന്നീ മരുന്നുകളും അരച്ച് ഗുളികയാക്കണം. ഈ കന്യക ഗുളിക ഉണ്ടാക്കുന്ന സമയത്ത് വൈദ്യൻ കന്യകയുടെ സമീപത്തിരുന്നു കൊണ്ട് മന്ത്രം ജപിക്കുകയും ചെയ്യണം. ഇങ്ങനെയാണ് ഈ ഫലപ്രദമായ ചന്ദ്രോദയ ഗുളികയുടെ നിർമ്മാണ പ്രക്രിയ. ജംഗമ വിഷമായ സർപ്പവിഷം, പ്രധാനമായിട്ട് ജംഗമവിഷം സർപ്പവിഷത്തിൻ്റെ വിവരണമാണ്. സർപ്പങ്ങൾക്കും ചാതുർവർണ്ണ്യം ആരോപിച്ചിട്ടുണ്ട്. സർപ്പങ്ങളും ധർമാശ്രമ വ്യവസ്ഥ പാലിക്കുന്ന ജീവിവർഗമായിട്ടാണ് ആയുർവേദം വിവരിക്കുന്നത്. മൂർഖൻ, 3 പ്രധാന വിഭാഗങ്ങളാണ് സർപ്പത്തിലുള്ളത്. മൂർഖൻ, മണ്ഡലി, രാജിലം എന്ന ഈ വർഗങ്ങൾ. ഈ വർഗങ്ങൾക്ക് ചാതുർവർണ്ണ്യം അനുസരിച്ച് പല അവാന്തര വിഭാഗങ്ങളും ഉണ്ടത്രേ. അതിൽ മൂർഖൻ്റെ വിഷം വാതത്തെയും, മണ്ഡലിയുടെ വിഷം പിത്തത്തെയും, രാജിലത്തിൻ്റെ വിഷം കഫത്തെയും കോപിപ്പിക്കുമെന്നാണ് ആയുർവേദം കണ്ടെത്തിയിട്ടുള്ളത്. പിന്നീട് ചില വിചിത്ര സ്പീഷീസുകളെ ശാസ്ത്രം അല്ലെങ്കിൽ സുവോളജി കണ്ടുപിടിക്കാത്ത പല വിചിത്ര ജീവികളെയും ആയുർവേദം സൃഷ്ടിക്കുന്നുണ്ട്. ഉടുമ്പ് പെണ്ണുടുമ്പിൽ പെണ്ണുടുമ്പും മൂർഖനുമായി ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരു ഉടുമ്പ് വർഗമുണ്ടത്രേ. നമുക്കറിയാം, ഒരേ ജീവിവർഗത്തിൽപ്പെട്ട ക്രോമസോമുകൾ ഒരേ തരത്തിലുള്ള ജീവിവർഗങ്ങൾ മാത്രമല്ലാതെ സങ്കലനമോ ഉൽപാദനമോ സാധ്യമല്ല. പക്ഷേ ആയുർവേദം അതിനുള്ള ടെക്നോളജി കണ്ടെത്തിയിട്ടുണ്ട്. പെണ്ണുടുമ്പിൽ മൂർഖൻ ഉൽപ്പാദിപ്പിക്കുന്ന ആ കുഞ്ഞിന് അത് ഉടുമ്പായിരിക്കും. ആ ഉടുമ്പിന് മൂർഖവിഷത്തിനോടുള്ള തുല്യമുള്ള വിഷമുണ്ടത്രേ.
അവിടെ ആകുമ്പോൾ ആ ജീവി പെണ്ണുടുമ്പിൻ്റെയും മൂർഖൻ്റെയും കുഞ്ഞ്, ആ കുഞ്ഞ് മൂർഖൻ്റെ ശരീരം, അതായത് അമ്മയുടെ ശരീരവും അച്ഛൻ്റെ വിഷവും ഉള്ള ഒരു ജീവിയായിട്ടാണ് ആയുർവേദം കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പെണ്ണുടുമ്പിൽ രാജിലം ഉൽപ്പാദിപ്പിക്കുന്ന കുഞ്ഞിന് രാജിലത്തിൻ്റെ വിഷവും, മണ്ഡലി ഉൽപ്പാദിപ്പിക്കുന്ന കുഞ്ഞിന് മണ്ഡലിയുടെ വിഷവും ഉണ്ടാകും അത്രേ. ഇതിനപ്പുറമായി മൂർഖാദികൾ, മൂർഖൻ, മണ്ഡലം, രാജിലം മുതലായ സർപ്പവർഗങ്ങൾ അന്യജാതി സ്ത്രീകളിലും ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങളും കൂടെ അത്തരം വിഷജീവികളും ആയുർവേദം കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിനെയാണ് വ്യന്തര സർപ്പങ്ങളും 4 കാലുള്ള വിഷജീവികളും എന്ന് പറയുന്നത്. പലപ്പോഴും ഗർഭിണികൾ പഴയ കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഗർഭിണികൾ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. കാരണം സർപ്പം ഇത്തരം ഗർഭിണികളെ അല്ലെങ്കിൽ സ്ത്രീകളെ ആകർഷിക്കാനും സ്ത്രീകളുമായി രമിക്കാനും അതിലൂടെ വിഷജീവികളെ പിറക്കാനുമുള്ള സാധ്യതയുണ്ട് എന്ന കഥ ഞാൻ പഴയ കാലത്ത് മുമ്പ് കേട്ടതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം ഈ ആയുർവേദ സിദ്ധാന്തം സങ്കല്പമായിരിക്കണം.